Okay, so നമുക്ക് ചാർജബിൾ ഗെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. CGT. സോ CGTയുടെ കേസിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നോർമൽ കേസിൽ ഏതെങ്കിലും നമ്മളൊരു അസറ്റ് സെയിൽ ചെയ്തു നമുക്ക് കിട്ടുന്ന ഗെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ചാർജബിൾ ഗെയിൻ എന്ന് സിമ്പിൾ ആയിട്ട് പറയുക. ദെൻ നോർമൽ കേസിൽ നമ്മൾ ഒരു അസറ്റ് സെയിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു അസറ്റ് ഗിഫ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടി, ആ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് നോർമൽ വേയിൽ ചാർജബിൾ ഗെയിൻ എറൈസ് ആവും. ദെൻ എക്സംപ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ നോർമൽ കേസിൽ ഒരു ഇൻഡിവിജ്വലിന് ഡെത്ത് സംഭവിച്ചു, അതുവഴി ഏതെങ്കിലും അസറ്റ്സുകൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണ്. നോർമൽ കേസിൽ അതുപോലെ തന്നെ ചാരിറ്റിക്ക് എന്തെങ്കിലും അസറ്റ് കൊടുത്താലും നമ്മൾ നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സംപ്റ്റ് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ ഒരു മോട്ടോർ കാർ സെയിൽ ചെയ്താൽ നോർമൽ കേസിൽ ഓർക്കുക അത് എക്സംപ്റ്റ് ആയിരിക്കും. അതുപോലെ ഒരു മെയിൻ റെസിഡൻസ് നിങ്ങൾക്കുണ്ട്, ആ മെയിൻ റെസിഡൻസിൽ നിങ്ങൾ ഫുൾ ടൈം ഒക്യുപ്പൈഡ് ആണെങ്കിൽ അതും നിങ്ങളെ സംബന്ധിച്ച് എക്സംപ്റ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മോട്ടോർ കാർ ഞാൻ പറഞ്ഞു ഇവിടെ CGTയിൽ എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സംപ്റ്റ് ആകുന്ന മറ്റൊരു കേസാണ് വാറ്റിന്റെ കേസിലും നോർമൽ കേസിൽ എക്സംപ്റ്റ് ആയിരിക്കും. വാറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലും നോർമലി എക്സംപ്റ്റ് ആയിരിക്കും. ബട്ട് ISTയുടെ പോയിന്റ് ഓഫ് വ്യൂല് നോർമലി ചാർജബിൾ ആണ്. ജസ്റ്റ് കമ്പയർ ചെയ്ത് ഓർത്തിരുന്നോണം. CGT പോയിന്റ് ഓഫ് വ്യൂ മോട്ടോർ കാർ എക്സംപ്റ്റ് ആണ്, വാറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ മോട്ടോർ കാർ എക്സംപ്റ്റ് ആണ്, ബട്ട് IST പോയിന്റ് ഓഫ് വ്യൂ നോർമൽ വേയില് ചാർജബിൾ ആയിരിക്കും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഹെൽഡ് ഇൻ ISA ഒക്കെ ഡൗട്ട് എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. ISA എക്സംപ്റ്റ് ആണ്, ഗിൽറ്റഡ് സെക്യൂരിറ്റി സെയിൽ ചെയ്താൽ എക്സംപ്റ്റ് ആണ്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സെയിൽ ചെയ്താലും എക്സംപ്റ്റ് ആണ്. ഇതിൽ ഗിൽറ്റഡ് സെക്യൂരിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇതിൽ നിന്നും എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തെങ്കിൽ അത് സേവിങ്സ് ഇൻകം ആയിരിക്കും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ. ബട്ട് സെയിൽ ചെയ്താൽ എക്സംപ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഫോർമാറ്റും കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നോർമൽ കേസിൽ ഡ്യൂറിംഗ് ദി ഇയറിൽ നമ്മൾ രണ്ട് അസറ്റ് സെയിൽ ചെയ്തു, ഒരു അസറ്റ് സെയിൽ ചെയ്ത് ഗെയിനും മറ്റൊരു അസറ്റ് സെയിൽ ചെയ്ത് ലോസും വന്നെങ്കിൽ നമുക്കറിയാം കറന്റ് ഇയറിലെ ഗെയിനും ലോസും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കേസ് ഓർക്കേണ്ടത്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു അല്ലെങ്കിൽ കണക്റ്റഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ഗിഫ്റ്റ് കൊടുത്തു അല്ലെ കണക്റ്റഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ നോർമൽ വേയിൽ നമ്മൾ എടുക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ ഏതാണോ ഡിസ്പോസൽ വാല്യൂ ആ ഡിസ്പോസൽ വാല്യൂ എടുക്കും. ബട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു അല്ലെ കണക്റ്റഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ എടുക്കേണ്ട വാല്യൂ മാർക്കറ്റ് വാല്യൂ ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കറന്റ് ഇയറിൽ എനിക്കൊരു ഗെയിൻ വന്നു, കറന്റ് ഇയറിൽ എനിക്കൊരു ലോസ് വന്നു. കറന്റ് ഇയറിൽ വന്നിരിക്കുന്ന ഗെയിനും ലോസും തമ്മിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് പ്രീവിയസ് ഇയറിൽ നിന്ന് ഒരു ലോസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് AE ആണ് പ്രിസർവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ ഗിൽറ്റഡ് സെക്യൂരിറ്റിയുടെ കേസിൽ പറഞ്ഞത് അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ് പെർസെന്റേജ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ഗിൽറ്റഡ് സെക്യൂരിറ്റി ആണ്, ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ അത് സേവിങ്സ് ഇൻകം ആണെന്നാ പറഞ്ഞത്. അതേസമയം അത് കമ്പയർ ചെയ്ത് പറഞ്ഞ ഇൻകം ടാക്സുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ ഗിൽറ്റഡ് സെക്യൂരിറ്റിയുടെ കേസ്. ബട്ട് സെയിൽ ചെയ്താൽ എക്സംപ്റ്റും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ എക്സംപ്റ്റും. സേവിംഗ് സർട്ടിഫിക്കറ്റ് സേവിങ്സ് ഇൻകം, സേവിംഗ് സർട്ടിഫിക്കറ്റ് എക്സംപ്റ്റ്, സെയിൽ ചെയ്താലും എക്സംപ്റ്റ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഗെയിനും ലോസും ഡ്യൂറിംഗ് ദി ഇയറിൽ വന്നു, സെറ്റ് ഓഫ് ചെയ്തു. ബട്ട് പ്രീവിയസ് ഇയറിൽ നിന്ന് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നോർമൽ കേസിൽ AE പ്രിസർവ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തേക്കാം. ഇനി മറ്റൊരു കേസ്, ഇപ്പം ഈ വർഷം ഞാൻ നിങ്ങളോട് പറയാത്തൊരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ വർഷം നിങ്ങൾ ഒരു അസറ്റ് സെയിൽ ചെയ്തു, നിങ്ങൾക്കൊരു ലോസ് എറൈസ് ആയി. സോ ആ ലോസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറുമായിട്ട്, ഞാൻ ബ്രദറിന് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അതുവഴി എനിക്കൊരു ലോസ് വന്നു. അങ്ങനെ ഒരു ലോസ് വന്നെങ്കിൽ ഈ ലോസ് എനിക്ക് ഫ്യൂച്ചർ, നമുക്ക് കറന്റ് ഇയറിൽ ഒരു ഗെയിൻ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 22-23 ടാക്സ് ഇയറിൽ ഞാൻ ഒരു അസറ്റ് സെയിൽ ചെയ്ത് എനിക്കൊരു ഗെയിൻ ഒരു 9,000 വന്നു. ഞാൻ ബ്രദറിന് ഒരു അസറ്റ് സെയിൽ ചെയ്തു, എനിക്കൊരു ലോസ് 3,000 വന്നു. ബട്ട് ഞാൻ എൻ്റെ കണക്റ്റഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ലോസ് വന്നതെങ്കിൽ ഫ്യൂച്ചറിൽ സെയിം കണക്റ്റഡ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കണക്റ്റഡ് പാർട്ടിക്ക് സെയിൽ ചെയ്ത് എനിക്കൊരു ലോസ് റൈസ് ആയെങ്കിൽ ആ ലോസ് ഫ്യൂച്ചറിലെ സെയിം കണക്റ്റഡ് പാർട്ടിയായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് ഒരു ഗെയിൻ എറൈസ് ആയെങ്കിൽ മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞു 22-23 എനിക്കൊരു ഗെയിൻ ഉണ്ടായി, 2023 ഞാൻ ബ്രദറുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് എനിക്കൊരു ലോസ് ഉണ്ടായി. ഈ ലോസ്
നമ്മുടെ ഈ 9,000 ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ലോസ് അറൈസ് ആയത് ഒരു കണക്റ്റഡ് പാർട്ടിക്ക് ട്രാൻസാക്ഷൻ നടത്തിയതാണ്. സോ ദെയർഫോർ ഫ്യൂച്ചറിൽ സെയിം കണക്റ്റഡ് പാർട്ടിയായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തി അതുവഴി ഒരു ഗെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവുള്ളൂ. ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കിയേ. ഡ്യൂറിങ് 2022-23 ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. During 2022-23, M made the following disposal of assets. Sold a painting that is a non-wasting chattel for 10,000 and she bought for 2,000 in February 2014. നമുക്കറിയാം പർച്ചേസ് കോസ്റ്റ് ഇസ് ലെസ് ദാൻ 6,000 സെയിൽ വാല്യൂ മോർ ദാൻ 6,000 ആണ്. സോ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ലോവർ ഓഫ് എ നോർമൽ കാൽക്കുലേഷൻ ദാറ്റ് മീൻസ് 10,000 മൈനസ് 2,000. Then B 5/3 into gross proceeds that means 10,000 minus 6,000 ആയിരിക്കും. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് എത്രയാന്ന് നോക്കിയേ. ഗ്രോസ് പ്രൊസീഡ്സ് മൈനസ് 6,000. എമൗണ്ട് എത്രയാന്ന് ചെക്ക് ചെയ്തേ. നിങ്ങൾക്ക് 6,667 വന്നു ലോവർ ഫിഗർ. ഓക്കെ, 6,667 വന്നു. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ gave a necklace to her sister. പ്രത്യേകം ശ്രദ്ധിക്കുക, to her sister. The necklace was worth 3,000 and she had bought it for 7,000. അപ്പം നെക്ലേസ് നമ്മളിപ്പോ സെയിൽ ചെയ്തത് 3,000 ആണ്, പർച്ചേസ് ചെയ്തത് 7,000-നാണ്. സോ ദാറ്റ് മീൻസ് സോൾഡ് അറ്റ് എ ലോസ് ആണ്. സോൾഡ് അറ്റ് എ ലോസ് ആണ്. ഡീംഡ് പ്രൊസീഡ്സ് 6,000. Then minus cost 7,000. Therefore 1,000 is loss, allowable loss. അപ്പോൾ നമുക്കറിയാം 22-23 ടാക്സ് ഇയറിൽ എനിക്കൊരു ഗെയിൻ വന്നു 6,667. അതുപോലെ തന്നെ ഒരു ലോസ് അറൈസ് ആയി. ബട്ട് ഈ ലോസ് അറൈസ് ആയിരിക്കുന്ന ആരുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയ നമ്മുടെ സിസ്റ്ററുമായിട്ട് ട്രാൻസാക്ഷൻ ആണ്, കണക്റ്റഡ് പാർട്ടിയാണ്, സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. Therefore current year chargeable gain 6,667. Then നമ്മള് സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ്, അവിടെ നമുക്കറിയാം എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ നോർമലി ഡിഡക്ഷൻ അലൗഡ് ആണ്. ബട്ട് എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ഡിഡക്ഷൻ വരുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ്, മെയിൻ്റെനൻസ് ഇതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ്, മെയിൻ്റെനൻസ് ആണെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണം, ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ദെൻ അതുപോലെ തന്നെ അവിടെ ആഡ് ചെയ്യാനുള്ള വേർഡ്സുകൾ റീപ്ലേസ്, ക്വസ്റ്റ്യനിൽ നിങ്ങളോട് റീപ്ലേസ് അല്ലെങ്കിൽ റീഡെക്കറേഷൻ, റീപ്ലേസ്, റീഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. CGT പ്രകാരം നമുക്കൊരു കോസ്റ്റ് വന്നു, റിപ്പയേഴ്സ് വന്നു, മെയിൻ്റെനൻസ് വന്നു, റീപ്ലേസ് ഓർ റീഡെക്കറേഷൻ, ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. അതേസമയം നമ്മളോട് പറയുക, ക്വസ്റ്റ്യൻ പറയുക ഒരു റിനോവേഷൻ, പ്രത്യേകം നോട്ട് ചെയ്തോണം, റിനോവേഷൻ എക്സ്പെൻഡിച്ചർ വന്നാൽ ദാറ്റ് ഈസ് അലൗഡ്. റിനോവേഷൻ എക്സ്പെൻഡിച്ചർ വന്നാൽ ദാറ്റ് ഈസ് എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചർ അലൗഡ്. റിപ്പയേഴ്സ്, റീപ്ലേസ്, റീഡെക്കറേഷൻ ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. ദെൻ മറ്റൊരു കേസ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ എന്തെങ്കിലും നമ്മളൊരു കണക്റ്റഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്യേണ്ടതെങ്കിൽ മാർക്കറ്റ് വാല്യൂ എടുക്കണം. അല്ല എങ്കിൽ നോർമൽ വേയിലാണെങ്കിൽ നമ്മൾ പ്രൊസീഡ് വാല്യൂ എത്രയാണ് ആ ഒരു പ്രൊസീഡ് വാല്യൂ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷെയർ സെയിൽ ചെയ്തു, ഒരു ഷെയർ സെയിൽ ചെയ്തു. സെയിൽ ചെയ്തത് ഒരു 7 പൗണ്ടിനാണ് സെയിൽ ചെയ്തത്. ബട്ട് മാർക്കറ്റ് വാല്യൂ ഓൾറെഡി ആ ഷെയറിന് ഒരു 8 പൗണ്ട് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കാം, ഓൾറെഡി ഞാൻ തേർഡ് പാർട്ടിക്കാണ് ഷെയർ സെയിൽ ചെയ്തത് 7 പൗണ്ടിനാണ്.
മാർക്കറ്റ് വാല്യൂ ആക്ച്വലി 8 പൗണ്ട് ഉണ്ടെന്നും അസ്യൂം ചെയ്യുക. ബട്ട് തേർഡ് പാർട്ടിക്കാണ് ഞാൻ സെയിൽ ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങളോട് പറയുക, ഒരു ഇമ്മീഡിയറ്റ് സെയിൽ നടത്തി അല്ലെ ക്വിക്ക് സെയിൽ നടത്തി എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ദാറ്റ് മീൻസ് ക്യാഷ് എമർജൻസിക്ക് വേണ്ടി സെയിൽ ചെയ്തു എന്നൊരു മീനിങ് ആണ്. സോ ദെയർഫോർ എത്രയ്ക്കാണോ ഞാൻ ആക്ച്വലി തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തത് അത് നിങ്ങൾക്ക് പ്രൊസീഡ് വാല്യൂ ആയിട്ട് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. മാർക്കറ്റ് വാല്യൂ അല്ല ആ ഒരു സിറ്റുവേഷൻ. ഞാൻ തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ ആക്ച്വൽ പ്രൊസീഡ് വാല്യൂ ഏതാണോ ആ പ്രൊസീഡ് വാല്യൂ തന്നെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ഓൾറെഡി നമുക്കറിയാം കറന്റ് ഇയറിലെ റീഡ് മറ്റേ ഇതാണോ ഷെയറിന്റെ കേസാണോ? ഓക്കെ. അതായത് എനിക്ക് എന്റെ കയ്യിൽ കുറച്ച് ഷെയർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോർമൽ കേസിൽ ഷെയർ സെയിൽ ചെയ്തു. ഞാൻ 7 പൗണ്ടിനാണ് സെയിൽ ചെയ്തത്. ശരിക്കും ആ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 മീൻസ് മാർക്കറ്റ് വാല്യൂ 8 പൗണ്ട് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയും, ഞാൻ തേർഡ് പാർട്ടിക്ക് കണക്റ്റഡ് പാർട്ടിക്ക് ആർക്കും അല്ല സെയിൽ ചെയ്തേ, ഞാൻ ആർക്കും ഗിഫ്റ്റ് കൊടുത്തതല്ല, ഞാൻ നോർമൽ വേയിൽ തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്തത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുവാണ്, ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്തു, ക്വിക്ക് സെയിൽ നടത്തി, ക്യാഷ് എമർജൻസി കാരണം സെയിൽ ചെയ്തു, ക്വിക്ക് സെയിൽ നടത്തി എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയ്ക്കാണോ സെയിൽ ചെയ്ത് ആ വാല്യൂ പ്രൊസീഡ് വാല്യൂ ആയിട്ട് എടുക്കാം. നിങ്ങളുടെ റിവിഷൻ ഷീറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യണം എന്നില്ല. ഓൾറെഡി നമ്മൾ എത്രയ്ക്കാണോ സെയിൽ ചെയ്ത് ആ വാല്യൂ എടുക്കാന്ന്. ക്യാഷ് എമർജൻസിയുടെ പേരിൽ നമ്മൾ പറയലേ നമ്മൾ കിട്ടിയ വിലയ്ക്ക് വിറ്റു എന്നുള്ള രീതിയിൽ. ഓക്കെ. ദെൻ ആനുവൽ എക്സ്പെൻസ് എമൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നെറ്റ് ചാർജബിൾ ഗെയിൻ, ദാറ്റ് മീൻസ് കറന്റ് ഇയർ ഗെയിൻ ആൻഡ് കറന്റ് ഇയർ ലോസ്. അതിൽ നിന്നും പറഞ്ഞു തന്നിരിക്കുന്നത് എങ്ങനെയാണ് ട്രേഡ് ലോസ് ഡിഡക്ട് ചെയ്യാം. ദെൻ അതിനുശേഷം പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ്. ദെൻ ബാലൻസ് ഈസ് ആനുവൽ എക്സ്പെൻസ് എമൗണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഓർഡർ. ഇനി നിങ്ങൾ ട്രേഡ് ലോസിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇൻഡിവിജ്വൽ ട്രേഡ് ലോസിന്റെ സെറ്റ് ഓഫ്. നോർമലി ഞാൻ എന്ന ട്രേഡർക്ക് ബിസിനസ്സിൽ ഒരു ലോസ് വന്നെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓർഡർ. ആദ്യമേ കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ അതിനുശേഷം കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ പ്രീവിയസ് ഇയർ ടോട്ടൽ ഇൻകം, ദെൻ പ്രീവിയസ് ഇയർ ചാർജബിൾ ഗെയിൻ ആൻഡ് ക്യാരി ഫോർ ഫ്യൂച്ചർ ക്യാരി ഫോർവേഡ് അഗൈൻസ്റ്റ് ഫ്യൂച്ചർ ട്രേഡ് പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ ഒരു നോർമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്, കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ അവിടെ പേഴ്സണൽ അലവൻസ് ആക്കിക്കൊള്ളുക, ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ നോർമൽ കേസിൽ എന്ത് ചെയ്തോളുക, അവിടെ നമ്മൾ നോർമൽ കേസിൽ പേഴ്സണൽ അലവൻസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തോളാനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ബട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട്, കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 9,000 ആണ്. ബട്ട് നമുക്ക് ഈ വർഷം ഒരു ചാർജബിൾ ഗെയിനും ഉണ്ട്. 22-23 ടാക്സ് ഇയറിൽ ഒരു ചാർജബിൾ ഗെയിനും ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകം ആയിട്ട് ആദ്യം സെറ്റ് ഓഫ് ചെയ്തു. ദെൻ നമ്മൾ സെക്കൻഡ് ആയിട്ട് കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിൻ ആയിട്ട് വരും. അപ്പം ഈ വർഷം ഞാൻ എനിക്കൊരു അസറ്റ് സെയിൽ ചെയ്ത് ഒരു ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോർമൽ വേയിൽ ഈ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരു ചാർജബിൾ ഗെയിനുമായിട്ട് ഈ വർഷം എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വരണമെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തോളുക, ഇവിടെ നമ്മൾ ട്രേഡ് ലോസ് എന്ന് പറഞ്ഞ് സെറ്റ് ഓഫ് ചെയ്യണമെന്ന്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുക. നോർമലി ടോട്ടൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് ചാർജബിൾ ഗെയിനിലേക്ക് വരണം. ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ അവിടെ പേഴ്സണൽ അലവൻസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇവിടെ സ്ലൈറ്റ് ചേഞ്ചസ് ചെയ്യാൻ വരുത്തുക. നോർമൽ കേസിൽ ടോട്ടൽ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് ഈ വർഷം ഒരു ചാർജബിൾ ഗെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പോകണമെങ്കിൽ നിർബന്ധമായിട്ടും ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിലും അവിടെ ട്രേഡ് ലോസ് എന്ന് പറഞ്ഞ് സെറ്റ് ഓഫ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വരാവുള്ളൂ. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 53. കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 53.
Sally has been trading as a sole trader for many years. In the year ended 31st July 22, she made a trade loss of 45,000. അപ്പം ഇവിടെ ഒരു ട്രേഡ് ലോസ് അറൈസ് ആയി 45,000. കറന്റ് ഇയറിൽ ആകെ പ്രോപ്പർട്ടി ഇൻകം 8,000 ഉള്ളൂ. Then in the year 22-23, Sally realized a chargeable gain of 32,000 on the sale of necklace and a capital loss 4,000 on the sale of painting. And she had a capital loss brought forward 18,000. അപ്പൊ നമുക്കറിയാം കറന്റ് ഇയറിൽ ഒരു ഗെയിൻ ഉണ്ട് 32,000. ദെൻ കറന്റ് ഇയറിൽ ഒരു ലോസും ഉണ്ട്. അപ്പം കറന്റ് ഇയറിലെ ഗെയിനും ലോസും സെറ്റ് ഓഫ് ചെയ്യാം. നമുക്കറിയാം എ പ്രിസർവ് ചെയ്യേണ്ട 28,000 വന്നു. ദെൻ പ്രീവിയസ് ഇയറിൽ എനിക്കൊരു ലോസും ഉണ്ട്. അപ്പം എനിക്ക് ഈ വർഷം ഇവിടെ 45,000 ലോസ് വന്നിരിക്കുന്നത് എന്റെ ടോട്ടലിംഗുമായിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് ചാർജബിൾ ഗെയിൻ ഉണ്ട്, അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ ഇങ്ങോട്ട് വരണം. സോ ഇങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് വരണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഫസ്റ്റ് ടോട്ടൽ ഇൻകമായ 8,000 ലെസ് ആൻഡ് പേഴ്സണൽ അലവൻസ് ആണ്. ബട്ട് ടോട്ടൽ ഇൻകമായ 8,000 നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വരാൻ പാടുള്ളൂ എന്ന്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, എല്ലാം കൂടെ ഡൗട്ട് വരുവായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നോർമലി ഞാൻ പറഞ്ഞു തന്നത് പേഴ്സണൽ അലവൻസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തോളാനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ബട്ട് അവിടെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പോകണമെങ്കിൽ ഇവിടുത്തെ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷമേ ചാർജബിൾ ഗെയിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടുത്തെ നമുക്ക് എന്തുമാത്രം എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാം? ഇത് കണ്ടോ, what is the amount of trade loss that Sally can offset against chargeable gain? Chargeable ഗെയിനുമായിട്ട് എന്തുമാത്രം ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാനാണ് നിങ്ങളുടെ റിക്വയർമെന്റ്. സോ therefore ലോവർ ഓഫ് എ ട്രേഡ് ലോസ് എത്രയാ? 45,000 മൈനസ് ജനറൽ ഇൻകം ദാറ്റ് ഈസ് 8,000. ബി നെറ്റ് ചാർജബിൾ ഗെയിൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു, 28,000 മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ്, മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ്. എത്രയാന്ന് നോക്കിയേ. നമുക്കറിയാം ലോവർ ഫിഗർ എടുക്കണം എന്നാണ് റൂള്. സോ therefore 10,000. ദെൻ നിങ്ങൾക്ക് നോർമൽ കേസിൽ CGT ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. നോർമലി അസറ്റ്സ് ആണെങ്കിൽ 10ഉം 20ഉം, അതല്ല റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കറിയാം 18ഉം 28% ആണ് സെറ്റ് ഓഫ് ചെയ്യാവുന്നത്. നോർമലി എന്ന് CGT ലയബിലിറ്റി പേ ചെയ്യേണ്ടതെന്നറിയോ? CGT ലയബിലിറ്റി പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് സെൽഫ് അസസ്മെന്റ് ഇൻഡിവിജ്വൽ ഒക്കെ പഠിച്ചോ? CGT ലയബിലിറ്റി ഡ്യൂ ഡേറ്റ് 31st January 2024. ഓക്കെ. അപ്പം നമ്മളുടെ ടാക്സ് ഇയർ 22-23 ആണെങ്കിൽ നോർമലി നമ്മൾ 31st January 24 CGT ലയബിലിറ്റി പേ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ചെയ്തു, ഈ വർഷം ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ചെയ്തെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ഗെയിന് അല്ലെങ്കിൽ അതിന്റെ ടാക്സ് എന്ന് പറയുന്നത് എന്നാണോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തത്, ഡിസ്പോസൽ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിൽ നിന്നും വിത്തിൻ 60 ഡേയ്സിനും, പ്രത്യേകം ശ്രദ്ധിക്കാം, ഡിസ്പോസൽ ഡേറ്റ് എന്നാണോ ഡിസ്പോസൽ ഡേറ്റിൽ നിന്നും വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ നിങ്ങൾ HMRCനെ നോട്ടിഫൈ ചെയ്യണം. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. നോർമലി CGT ലയബിലിറ്റി 31st January 24 ആണ് 22-23 ടാക്സ് ഇയറിനെ ബേസ് ചെയ്ത്. ബട്ട് നിങ്ങൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ CGT ലയബിലിറ്റി പേ ചെയ്യേണ്ടത് എന്നാണോ ഡിസ്പോസൽ ഡേറ്റ് വിത്തിൻ 60 ഡേയ്സിനുള്ളിലായിരിക്കും CGT ലയബിലിറ്റി പേ ചെയ്യുക. നിങ്ങളുടെ BPP റിവിഷൻ കിട്ടില്ലേ? പേജ് നമ്പർ 435. നിങ്ങളുടെ മോക്ക് 2 ആണ്. മോക്ക് 2 ക്വസ്റ്റ്യൻ 20. മോക്ക് 2 ക്വസ്റ്റ്യൻ 20. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ.
What is the payment date? What is the payment date for capital gain tax payable on the disposal of a residential property on 28th March 23? 28th March 23 ഡിസ്പോസൽ ഡേറ്റ് ആണെങ്കിൽ ഡിസ്പോസ് ചെയ്ത റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ CGT ലയബിലിറ്റി എന്നാണ് പേര്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ മന്ത് എൻഡ് ഒന്നുമില്ല, കറക്റ്റ് 60 days എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദെയർഫോർ 28th March 23 ആണ്. ദെയർഫോർ അവിടുന്ന് 60 days, സോ ദാറ്റ് മീൻസ് 27th May 23. പ്രത്യേകം ഓർത്തോണം, 27th May 23. ഓക്കെ. Then transfer between spouses or civil partners. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ടാക്സ് പ്ലാനിങ് സ്റ്റൈൽ ക്വസ്റ്റ്യൻ വരും. ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും CGT പോയിന്റ് ഓഫ് വ്യൂലും ടാക്സ് പ്ലാനിങ് സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ടാക്സ് സേവിങ്, രണ്ട് രീതിയിലാണ് നമുക്ക് ടാക്സ് സേവിങ് കണ്ടുപിടിക്കാൻ. ആ മെത്തേഡ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദെൻ പാർട്ട് ഡിസ്പോസൽ നോർമൽ കേസിൽ നമുക്ക് വരുന്നത് ഒരു ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ലാൻഡിന്റെ കേസിലാണ് പാർട്ട് ഡിസ്പോസൽ കൂടുതലും വരുന്നത്. ലാൻഡിന്റെ കേസിലാണ് നമുക്കറിയാം, നോർമൽ കേസിൽ കോസ്റ്റ് ഇൻറ്റു A ഡിവൈഡ് ബൈ A+B ലാൻഡ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ചില കേസുകളിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ലാൻഡിന്റെ ലെവലിംഗ് കോസ്റ്റ്, ഒരു ലാൻഡിന്റെ കോസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓൾറെഡി സ്റ്റഡി ഹബിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാൻഡിന്റെ കോസ്റ്റ് 50,000, ദെൻ ലെവലിംഗ് കോസ്റ്റ് ഫോർ എക്സാമ്പിൾ 6,000 ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു 10 hectare ലാൻഡ് ഉണ്ടായിരുന്നു, 10 hectare ലാൻഡ്, അതിലെ 3 hectare ലാൻഡ് ആണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. അതിലെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഈ 3 hectare ലാൻഡ് സെയിൽ ചെയ്യുന്നതിന്റെ കോസ്റ്റ് എത്ര എന്നാണ് റിക്വയർമെന്റ്. സോ അപ്പം ഈ ലെവലിംഗ് കോസ്റ്റ് 6,000 വന്നിരിക്കുന്നത് ഈ ടോട്ടൽ 10 hectare ആണെങ്കിൽ, കറക്റ്റ് ഇപ്പൊ സെയിൽ ചെയ്യുന്ന 3 hectare അല്ല, ടോട്ടൽ 10 hectare ആണെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒന്നെങ്കിൽ റിക്വയർമെന്റ് ചോദിക്കുക, ചാർജ് പിടിക്കും, അപ്പോഴും സെയിൽസ് പ്രൊസീസ് മൈനസ് കോസ്റ്റ് ആണ്. അല്ല എങ്കിൽ കോസ്റ്റും ചോദിക്കാം. കോസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിലും ചാർജ് ബിഗെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് കോസ്റ്റിന്റെ ഫിഗർ കിട്ടണം. അത് കിട്ടുമ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് ലെവലിംഗ് കോസ്റ്റ് 56,000. അതിന് ഈ ഇക്വേഷൻ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി ഞങ്ങളുടെ പ്രൊസീഡ് വാല്യൂ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോസ്റ്റ് ഇൻറ്റു A ഡിവൈഡഡ് ബൈ A+B എന്നുള്ള ഇക്വേഷൻ ഇതിന്മേൽ അപ്ലൈ ചെയ്യണം. അല്ലാണ്ട് കോസ്റ്റിനെ ഹെക്ടേഴ്സിന്റെ ലെവലിംഗ് കോസ്റ്റിനെ ഹെക്ടേഴ്സിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യരുത്. ഈ സെയിം ഇക്വേഷൻ മേലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യേണ്ടത് കോസ്റ്റ് ഇൻറ്റു A ഡിവൈഡ് ബൈ A+B എന്നുള്ള സെയിം ഇക്വേഷനിലായിരിക്കും. ദെൻ ഇനി പാർട്ട് ഡിസ്പോസലിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട മറ്റൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ കണ്ടിരുന്നു, എനിക്ക് ഒരു കോമ്പൻസേഷൻ ഒക്കെ കിട്ടിയാൽ, അതായത് എൻ്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അസറ്റിൽ ഒരു ഫയറോ ഫ്ലഡോ എന്തെങ്കിലും എറൈസ് ആയി എനിക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ കിട്ടി. എനിക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ കിട്ടിയെങ്കിൽ അവിടെ കിട്ടിയിരിക്കുന്ന ഗെയിന് ഞാൻ നോർമൽ കേസിൽ ടാക്സ് കൊടുക്കണം. അപ്പം ഗെയിന് ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷനിൽ അപ്പൊ എങ്ങനെയായിരിക്കാം, അപ്പം അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന എന്നുള്ള രീതിയിൽ ഒരു കോമ്പൻസേഷൻ കിട്ടി. അപ്പൊ കോമ്പൻസേഷൻ കിട്ടിയതിന് ടാക്സ് കൊടുക്കണം. നമ്മൾ പഠിച്ചിരിക്കുന്ന കോമ്പൻസേഷൻ റിസീവ്ഡ് മൈനസ് കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആ കോസ്റ്റിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പാർട്ട് ഡിസ്പോസലിന്റെ അതേ ഇക്വേഷൻ ആണ്, കോസ്റ്റ് ഇൻറ്റു A ഡിവൈഡ് ബൈ A+B എന്നാണ്. ഇവിടുത്തെ A എന്ന് മീൻ ചെയ്യുന്നത് കോമ്പൻസേഷൻ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. A എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് എമൗണ്ട്. B എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ഒരു ഫയറോ ഫ്ലഡോ എന്തെങ്കിലും എറൈസ് ആയതിന്റെ പേരിലാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. ഇപ്പൊ ഫയറോ ഫ്ലഡ് എറൈസ് ആയെങ്കിലും മിക്കവാറും അസറ്റ് ഫുള്ളും ലോസ് സംഭവിച്ചിട്ടുണ്ടാവില്ല, ഒരു പാർട്ട് ആയിരിക്കാം ചിലപ്പോൾ ലോസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് റിമൈനിങ് അസറ്റിന്റെ വർത്ത് എത്രയാണ് എന്ന് പറയും. റിമൈനിങ് അസറ്റിന്റെ വർത്ത് എത്രയാണ് എന്ന് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ റിമൈനിങ് അസറ്റിന്റെ വർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും B എന്ന് പറയുന്നത്. റിമൈനിങ് അസറ്റിന്റെ വർത്ത് അപ്പൊ പറയും, ചാർജ് ബില്ലിങ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആ സിറ്റുവേഷൻ തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ B ആയിട്ടും എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ.
നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 35,000 ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ കോസ്റ്റ് 35,000 ആണ്. ദെൻ അവിടെ ഫയർ ഓർ ഫ്ലഡ് അറൈസ് ആയി. സോ അസറ്റിന് ലോസ് സംഭവിച്ചു. സോ റിമൈനിങ് അസറ്റിന്റെ വർത്ത് എന്ന് പറയുന്നത് 18,000 ആണ്. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ റിസീവ് ചെയ്തു. 26,000 ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ റിസീവ് ചെയ്തു. സോ അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 26,000 കോമ്പൻസേഷൻ റിസീവ് ആയെങ്കിൽ അവിടെ എന്തുമാത്രം ഗെയിൻ അറൈസ് ആവും. ഈ 26,000 കോമ്പൻസേഷൻ കിട്ടി, അപ്പൊ അതിലെ ഏതെങ്കിലും ഗെയിൻ അറൈസ് ആകുമോ, അല്ലെങ്കിൽ ഗെയിൻ അറൈസ് ആയെങ്കിൽ എത്രയാണ് ഗെയിന് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സെയിൽസ് പ്രൊസീഡ്സ് നമ്മൾ നോർമലി എഴുതും. ഇവിടെ അതിന് പകരം കോമ്പൻസേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് 26,000. ദെൻ ലെസ് കോസ്റ്റ് എന്ന് പറയുന്നത് 35,000 ഇൻറ്റു എ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ എ പ്ലസ് റിമൈനിങ് അസറ്റിന്റെ വർത്ത് ദാറ്റ് ഈസ് 18,000. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ഇൻറ്റു എ എന്ന് പറയുന്ന കോമ്പൻസേഷൻ റിസീവ്ഡ്, ബി എന്ന് പറയുന്ന റിമൈനിങ് അസറ്റിന്റെ വർത്ത്. സോ 35,000 ഇൻറ്റു എ ഡിവൈഡ് ബൈ എ പ്ലസ് ബി. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 20,682 കോസ്റ്റ് വന്നു. Therefore ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ എല്ലാവരും. ഓക്കെ, 5,380 ചാർജബിൾ ഗെയിൻ. ഇനി നിങ്ങളുടെ കയ്യിൽ കോമ്പൻസേഷൻ ഒക്കെ കിട്ടി. അപ്പൊ ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുക, എനിക്ക് കോമ്പൻസേഷൻ കിട്ടിയതല്ലേ, ഈ അസറ്റ് ഓൾറെഡി ഇപ്പൊ ഡാമേജ് വന്ന അസറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് നടത്താം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ഇട്ടെന്ന് വരാം. അപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞു പുതിയൊരു അസറ്റ് പർച്ചേസ് ചെയ്യാം, അങ്ങനെ പല സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ ഓൾറെഡി ഡാമേജ് വന്ന അസറ്റിൽ തന്നെ ആയിരിക്കാം റീപ്ലേസ് ചെയ്യാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഓൾറെഡി നടത്തി, എന്നിട്ട് ഫ്യൂച്ചറിൽ ഈ അസറ്റ് സെയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അതായത് റീപ്ലേസ് ചെയ്ത അസറ്റ്, ഇപ്പം ഫയർ ഫ്ലഡ് വന്നു, അതുവഴി ഒരു കോമ്പൻസേഷൻ കിട്ടി, ആ കോമ്പൻസേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ അസറ്റ് റീപ്ലേസ് ചെയ്തെന്ന് വരാം. അപ്പം ഫ്യൂച്ചറിൽ നിങ്ങളോട് ചോദിക്കുന്ന ഇതാണ്, ഫ്യൂച്ചറിൽ ഈ അസറ്റിന്റെ സെയിൽ ചെയ്യുമ്പോഴത്തെ ബേസ് കോസ്റ്റ്, ഈ റീപ്ലേസ് ചെയ്ത അസറ്റ് സെയിൽ ചെയ്യുമ്പോഴത്തെ ബേസ് കോസ്റ്റ് എത്ര എന്നുള്ളതായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ബേസ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ബേസ് കോസ്റ്റ് ഈസ് ഇക്വൽ ടു കോസ്റ്റ് പ്ലസ് അഡീഷണൽ എമൗണ്ട് സ്പെൻഡ്, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത അസറ്റിന്റെ വാല്യൂ അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് മൈനസ് കോമ്പൻസേഷൻ റിസീവ്. കോസ്റ്റ് പ്ലസ് അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് മൈനസ് കോമ്പൻസേഷൻ റിസീവ്. ദെൻ ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യുക. അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് 14. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഇത് ചെയ്യുന്നത്. അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് 14 അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് 14,000. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ഓൾറെഡി എങ്ങനെയായിരിക്കും ബേസ് കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചേ, കോസ്റ്റ് പ്ലസ് അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് മൈനസ് കോമ്പൻസേഷൻ റിസീവ്.
Cost 35,000. Additional amount spent 14,000. Compensation received 26,000. Therefore, 23,000 is base cost. Therefore, 23,000 is base cost. Question number 134 question number 134 BPP revision question number 134. Okay. നമുക്കറിയാം 10th January 23. Okay. January 23, a freehold factory owned by W was damaged by a fire and the property had been purchased for 73,000. Then W received an insurance proceeds 37,200 on 23rd February 23, and she spent a total of 41,700 during March 23. What is the base cost of the property for capital gain tax purpose? So 73,000 plus 41,700 minus compensation received, that is 37,200. Okay. So therefore 77,500. അത് ചാർജബിൾ ഗെയിൻ അത് കിട്ടിയില്ലായിരുന്നു. ചാർജബിൾ ഗെയിൻ ആയിരുന്നത്. അത് ചാർജബിൾ ഗെയിൻ, ഇത് ബേസ് കോസ്റ്റ്. Then next chapter, ചാർട്ടൽ ഞാനൊരു ബിൽഡിങ് സെയിൽ ചെയ്തു 5,900-ന്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4,600 ആണ്. ചാർജ് ഗെയിൻ എത്രയായിരിക്കും? സെയിൽ വാല്യൂ 5,900, കോസ്റ്റ് 4,600. ചാർജബിൾ ഗെയിൻ എത്രയായിരിക്കും? ഓക്കെ മന്ദനം, ഓക്കെ ശ്രീവിദ്യം. അതുകൊണ്ട് എത്രയും ശ്രീവിദ്യം? വേറെ ആർക്കും ആൻസർ ഇല്ലേ? ചാർജബിൾ ഗെയിൻ നിക്കിത, എല്ലാരും both are less than 6,000, therefore excel അല്ലേ?
Building is not a chattel, shares are not a chattel, therefore chargeable gain arise 1300. പ്രത്യേകം ശ്രദ്ധിക്കുക, ബിൽഡിങ്ങും ഷെയറും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മിക്കവാറും ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. ബിൽഡിങ് ഷെയർ രണ്ടും നോട്ട് എ ചാറ്റൽ, therefore normal way chargeable gain arise. Movable, chattel means tangible and movable assets. Building, that is not a movable, tangible, therefore shares are not a tangible. So both are chargeable gain arise. എത്ര സ്മോൾ ഫിഗർ ആണെങ്കിലും അവിടെ ഗെയിൻ അറൈസ് ആകും. ഓക്കെ, നമുക്കറിയാം വേസ്റ്റിംഗ് ചാറ്റൽ ആൻഡ് നോൺ വേസ്റ്റിംഗ് ചാറ്റൽ. നോൺ വേസ്റ്റിംഗ് ചാറ്റൽ എന്ന് പറഞ്ഞാൽ ആന്റിക്സ്, ജ്വല്ലറി, പെയിന്റിംഗ് ആണ് നിങ്ങൾക്കറിയാം. വേസ്റ്റിംഗ് ചാറ്റൽ അറിയാം, ഗ്രേ ഹൗണ്ട്, ബോട്ട്, പ്ലാന്റ് ആൻഡ് മിഷനറി ആൻഡ് റേസ് ഫോഴ്സ്. ഒരു നോൺ വേസ്റ്റിംഗ് ചാറ്റൽ ആണെങ്കിൽ ബോത്ത് ആർ ലെസ് ദാൻ 6000 ആണെങ്കിൽ എക്സെപ്റ്റ്. ദാറ്റ് മീൻസ് അപ്പം ഓർക്കുക, ഒരു നോൺ വേസ്റ്റിംഗ് ചാറ്റൽ ബോത്ത് ആർ ലെസ് ദാൻ 6000 ആണെങ്കിൽ എക്സെപ്റ്റ്, ബോത്ത് ആർ മോർ ദാൻ 6000 ആണെങ്കിൽ നോർമൽ കാൽക്കുലേഷൻ. ദെൻ അസറ്റ്സ് ഐദർ ബോട്ട് ഓർ സോൾഡ് ലെസ് ദാൻ 6000 ആണെങ്കിൽ സ്പെഷ്യൽ റൂൾസ് അപ്ലൈ. ഈ സ്പെഷ്യൽ റൂൾസിലാണ് സോൾഡ് അറ്റ് എ ഗെയിൻ. അതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു, ബിഗിനിങ്ങിൽ ചെയ്തതാണ്. Lower of normal calculation over 5/3 into gross proceeds minus 6000, and sold at a loss ആണെങ്കിൽ therefore that is a deemed proceeds 6000. Then $1300 കേസ് പറഞ്ഞത് ബിൽഡിംഗ് അല്ലേ. ബിൽഡിംഗ് ആയതുകൊണ്ട് അവിടെ ഇപ്പൊ നിങ്ങൾ എക്സംപ്റ്റ് ആക്കിയത് എന്തുകൊണ്ടായിരുന്നു? നിങ്ങൾ എക്സംപ്റ്റ് ആക്കിയത് സെയിൽ വാല്യൂ കോസ്റ്റും ലെസ് ദാൻ 6000 ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ എക്സംപ്റ്റ് ആക്കിയത്. ഞാൻ പറഞ്ഞത് ഇതുണ്ടോ, ബിൽഡിംഗ് ഒരിക്കലും ഒരു ചാറ്റൽ അല്ല. ചാറ്റലിന്റെ മാത്രം സ്പെഷ്യൽ റൂൾ അത്. ചാറ്റൽ ആണെങ്കിൽ എലിജിബിൾ ആണ്. ഈ ബോത്ത് ആർ ലെസ് ദാൻ 6000 എക്സംപ്റ്റ് എന്ന് പറയുന്നത് അതൊരു ചാറ്റൽ ആണെങ്കിലാ. ബിൽഡിംഗ് ചാറ്റൽ അല്ല. കിട്ടിയോ? ശ്രീവിദ്യ മാം അതല്ല, ഈ 1300 ചാർജബിൾ ഗെയിൻ ആയിട്ട് അത് ഇപ്പൊ ബിൽഡിംഗ് ചാർട്ടിലല്ല. അപ്പൊ ഈ 1300 എന്തായിട്ട് എടുക്കുക? ചാർജബിൾ ഗെയിൻ. ചാർജബിൾ ഗെയിൻ എത്ര എന്നുള്ളതല്ലേ? ചാർജബിൾ ഗെയിൻ 1300. പിന്നെ AE ഉണ്ടെങ്കിൽ ടാക്സബിൾ ഗെയിൻ 0. പക്ഷെ ചാർജബിൾ ഗെയിൻ ആണല്ലോ 1300. നിങ്ങളത് ബോത്ത് ആർ ലെസ് ദാൻ വെച്ചല്ലേ എക്സംപ്റ്റ് ആക്കിയത്. ഓക്കെ, ഏത് ബോത്ത് ആർ ലെസ് ദാൻ 6000 കേസാണോ? നോൺ വേസ്റ്റിംഗ് ആണെങ്കിൽ അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചേ. അത് വേസ്റ്റിംഗ് ചാർട്ടിലാണെങ്കിലും ബോത്ത് ആർ ലെസ് ദാൻ 6000, വേസ്റ്റിംഗ് ചാർട്ടിലാണെങ്കിലും ബോത്ത് ആർ ലെസ് ദാൻ 6000 എക്സംപ്റ്റ് തന്നെയാണ്. വേസ്റ്റിംഗ് ഓർ നോൺ വേസ്റ്റിംഗ് ചാർട്ടിൽ ആണെങ്കിൽ ബിൽഡിംഗ് ചാർട്ടിലല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ചാർജബിൾ ആക്കിയത്. ഓക്കെ, വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് മീൻസ് നമുക്കറിയാം പ്രഡിക്റ്റബിൾ ലൈഫ് ഈസ് ലെസ് ദാൻ 50 years ആണെങ്കിൽ നമ്മൾ ദാറ്റ് ഇസ് എ വേസ്റ്റിംഗ് ചാർട്ടൽ. സോ വേസ്റ്റിംഗ് ചാർട്ടിൽ നമ്മൾ മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ചാർട്ടൽസ് നോട്ട് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്, ചാർട്ടൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് ആൻഡ് അതർ വേസ്റ്റിംഗ് അസറ്റ്. അപ്പം അതില് ഇത് രണ്ടുമാണ് നമുക്കറിയാം ചാർട്ടൽസ് നോട്ട് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്. ചാർട്ടൽസ് നോട്ട് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് യൂസ്ഡ് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യൂസ്ഡ് ഇൻ ട്രേഡ് ആ വേർഡാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് യൂസ്ഡ് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്. യൂസ്ഡ് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ മീനിങ് ദാറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം CGT. യൂസ്ഡ് ഇൻ ട്രേഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ദെൻ അതുപോലെ തന്നെ ചാർട്ടൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂസ്ഡ് ഇൻ ട്രേഡ് ആണ്. എന്റെ കേസ് പറഞ്ഞു. ഇനി
യൂസ്ഡ് ഇൻ ട്രേഡ് ആണെങ്കിൽ സോൾഡ് അറ്റ് എ ഗെയിൻ ആണെങ്കിൽ ജനറലി നമ്മൾ പറയും നോർമൽ വേ കാൽക്കുലേഷൻ. നോർമൽ വേ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് എന്നുള്ളതാണ് ജനറൽ വേ കാൽക്കുലേഷൻ. അനദർ കേസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങളൊരു മെഷീനറി, നിങ്ങളുടെ കയ്യിൽ ഒരു മെഷീനറി ഉണ്ടായിരുന്നു, നിങ്ങൾ ആ മെഷീനറി ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നു അല്ലെ ട്രേഡിൽ യൂസ് ചെയ്യുന്നു. ട്രേഡിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കറിയാം ചാർട്ടിൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസിൽ വന്നു. ഇനി പക്ഷെ ഈ മെഷീനറിയുടെ വാല്യൂ ഓർ കോസ്റ്റ് ലെസ് ദാൻ 6,000 ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയാതിരിക്കുന്ന ഒരു കേസാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ കയ്യിൽ ഒരു മെഷീനറി ഉണ്ടായിരുന്നു, ആ ഒരു മെഷീനറി ഓൾറെഡി നിങ്ങൾ സെയിൽ ചെയ്തു, ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനറിയാണ്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 6,000 ആണെങ്കിൽ നമ്മൾ അവിടെ ഈ നോർമൽ വേക്ക് പകരം മറ്റടുത്ത് നോൺ വേസ്റ്റിംഗ് ചാർട്ടിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ ചെയ്യണം. ദാറ്റ് മീൻസ് ലോവർ ഓഫ് എ നോർമൽ കാൽക്കുലേഷൻ then B 5/3 into gross proceeds minus 6,000 അപ്ലൈ ചെയ്യണം. 5/3 into gross proceeds minus 6,000 അപ്ലൈ ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിലെ സായി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സിനാരിയോ ആണ് BPP റിവിഷൻ കിറ്റിലെ. അതില് ഈ നോട്ട് നമ്പർ 3 എന്ന് വായിച്ചു നോക്കും. BPP റിവിഷൻ സായി ലിമിറ്റഡ് നോട്ട് നമ്പർ 3 ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇതൊരു മെഷീനറി ആണ്, മെഷീനറി യൂസ്ഡ് ഇൻ ട്രേഡ് ആണ്. ദാറ്റ് മീൻസ് ചാർട്ടിൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസിൽ എത്തി. ഇനി ചാർട്ടിൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഈസ് ലെസ് ദാൻ 6,000 ആണ്. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കോസ്റ്റ് ഈസ് ലെസ് ദാൻ 6,000 ആണെങ്കിൽ ചാർട്ടിൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് ആണെങ്കിലും നമ്മൾ ലോവർ ഓഫ് നോർമൽ കാൽക്കുലേഷൻ ഓർ 5/3 into ഗ്രോസ് പ്രൊസീഡ്സ് മൈനസ് 6,000 ചെയ്യണം. എല്ലാവരും ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന്. Ready? Okay, 5,000. Selvin, അതെങ്ങനെ കിട്ടിയേ? 3,000. ഓക്കെ, 5,000 ആണ് ആൻസർ. നമുക്കറിയാം നിങ്ങൾക്ക് ലോവർ ഓഫ് ചെയ്യുമ്പോൾ 5,500 5,000 വരും. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 5,500 5,000 ആണ് വരുന്നത്. ലോവർ ഫിഗർ ആണ്. സോ ദെയർഫോർ ദാറ്റ് ഈസ് 5,000. ക്വസ്റ്റ്യൻ നമ്പർ 235 സായി ലിമിറ്റഡ് എന്ന് പറഞ്ഞ സിനാരിയോയില് ക്വസ്റ്റ്യൻ നമ്പർ 235 നോട്ട് നമ്പർ 3 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോൾഡ് അറ്റ് ലോസ് ആണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി സോൾഡ് അറ്റ് ലോസിന്റെ സിറ്റുവേഷൻ പറഞ്ഞാല് നോ ഗെയിൻ നോ ലോസ് ആണ്. ഗെയിനോ ലോസോ എറൈസ് ആവാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതർ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരാറുള്ളത്? നോർമലി അതർ വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഏതൊക്കെ വരും? കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് ആൻഡ് രജിസ്റ്റേർഡ് ഡിസൈൻ. കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് ആൻഡ് രജിസ്റ്റേർഡ് ഡിസൈൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമൽ കേസിൽ അതർ വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. സോ അതർ വേസ്റ്റിംഗ് അസറ്റ് ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എന്നുള്ള രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കാം, കോസ്റ്റ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. റിമൈനിങ് ലൈഫ് ആണ് എടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂസ്ഫുൾ ലൈഫ് ആണ്. ഇത് ഇയർ കൗണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. റിമൈനിങ് ലൈഫ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം.
Then next chapter, share and security. നമ്മൾ ഓൾറെഡി സി ജി ഡിയുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിരുന്നതാണ്. ഈ പറയുന്ന ഷെയർസ് എല്ലാം സെയിൽ ചെയ്താൽ നോർമലി എക്സംഡ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ട്രഷറി സെക്യൂരിറ്റി, ലോൺ നോട്ട്, ISA ഇതെല്ലാം സെയിൽ ചെയ്താൽ നോർമലി എക്സംഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ അതുപോലെ തന്നെ കണക്റ്റഡ് പാർട്ടീസ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്താൽ ഓൾറെഡി മാർക്കറ്റ് വാല്യൂ എടുക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ്. ബട്ട് ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂട്ടിയിരിക്കുന്ന 2 പ്രൈസസ് എടുക്കുക, അതിലെ ലോവസ്റ്റ് 2 എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സെയിം ഡേ, ഫോളോയിങ് 30 days ആൻഡ് ഷെയർ പൂൾ. ദെൻ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു റിലവൻസ് വരുന്നില്ല. നോർമൽ കേസിൽ നമ്പർ ഓഫ് ഷെയർ മാത്രം ഇൻക്രീസ് ആവുന്നു, കോസ്റ്റിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ദെൻ റൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് കോസ്റ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇനി ടേക്ക് ഓവർ ആൻഡ് റീഓർഗനൈസേഷൻ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടേക്ക് ഓവർ നടന്നു, എനിക്ക് ടേക്ക് ഓവർ കിട്ടുമ്പോൾ നോർമൽ കേസിൽ ക്യാഷ് കിട്ടാം, ഓർഡിനറി ഷെയർ കിട്ടാം, പ്രിഫറൻസ് ഷെയർ കിട്ടാം. ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ ടേക്ക് ഓവർ ടൈമിൽ തന്നെ ചാർജബിൾ ഗെയിൻ എറൈസ് ആകും. അതേസമയം ഓർഡിനറി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ആണെങ്കിൽ അത് എപ്പോഴാണോ നമ്മൾ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യുക ആ ഒരു ടൈമിലായിരിക്കും ചാർജബിൾ ഗെയിൻ എറൈസ് ആവുക. ഇനി ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ടാക്സ് പ്രാക്ടീഷണർ ആണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുവാണ്, എനിക്ക് കുറച്ച് ഷെയർ സെയിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്ക് 1 രൂപ പോലും ഗെയിൻ ആയിട്ട് ടാക്സ് കൊടുക്കാൻ പ്ലാൻ ഇല്ല, 1 രൂപ പോലും ടാക്സ് ഇനത്തിൽ കൊടുക്കാൻ പ്ലാൻ ഇല്ല. ബട്ട് എനിക്ക് കുറച്ച് ഷെയർ ഗിഫ്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്ത് എനിക്ക് കൊടുക്കണം. അപ്പൊ ചാർജബിൾ ഗെയിൻ ഒന്നും എറൈസ് ആവരുത്. അപ്പൊ ചാർജബിൾ ഗെയിൻ എറൈസ് ആകാത്ത സിറ്റുവേഷനിൽ എത്ര ഷെയർ സെയിൽ ചെയ്താലായിരിക്കാം ചാർജബിൾ ഗെയിൻ ഒന്നും എറൈസ് ആവാണ്ട് എനിക്ക് ഷെയർ സെയിൽ ചെയ്യാവുന്നേ. അപ്പൊ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കുക, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് വിത്തൗട്ട് ഇൻകറിങ് ചാർജബിൾ ഗെയിൻ. മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് വിത്തൗട്ട് ഇൻകറിങ് ചാർജബിൾ ഗെയിൻ എഴുതുകയും maximum number of shares without incurring chargeable gain. Maximum number of shares without incurring chargeable gain. എന്നിട്ട് അവിടെ എഴുതുക AEA plus current year or previous year capital loss divided by chargeable gain per share. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, AEA plus current year or previous year capital loss divided by chargeable gain per share. ഇത് നിങ്ങളുടെ BP റിവിഷൻ കീറ്റിലെ ഒരു സിനാരിയോ ക്വസ്റ്റ്യൻ ആണ്, ജിഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു പാട്ട് വായിച്ചു നോക്കാവോ ഇത്. Ginger has a holding of 10,000 ordinary shares in N Limited, an unquoted company, which she had purchased 13th February 2005 for 2.4. And the current market value of shares is 6.4 per share. But Ginger intends to sell some of the holding to her daughter at £4 per share during March 23. Ginger and her daughter will elect to use gift holdover relief. And for the tax year 20 to 23, Ginger will not make any other disposal
and has therefore not utilized annual exempt amount. She has a brought forward losses from 21, 22, 800. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓൾറെഡി ഇവിടെ ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് ഓർ AEA അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് 800 ഉണ്ട്. നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 150. റിക്വയർമെന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 150. If the chargeable gain per share, Ginger disposal of shares in N Limited had been 1.54, what would be the maximum number of shares that Ginger could have sold her daughter without incurring charge to capital gain tax? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചാർജബിൾ ഗെയിൻ പെർ ഷെയർ 1.54 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഷെയർ എത്ര ഡിസ്പോസ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ AEA 12,300 പ്ലസ് previous year capital loss 800 divided by 1.54. 1.54 ആണ് ചാർജബിൾ ഗെയിൻ എങ്കിൽ എന്തുമാത്രം ഷെയർ എനിക്ക് സെയിൽ ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. Okay, 8,506. ഇനി ഈ ഒരു റിക്വയർമെന്റ് ക്വസ്റ്റ്യൻ നമ്പർ 149 കൂടെ നോക്കിയ ക്വസ്റ്റ്യൻ നമ്പർ 149. ഓക്കെ, ഫോർമുല ഇതാ AEA പ്ലസ് കറന്റ് ഇയർ ഓർ പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് divided by chargeable gain per share. AEA plus current year or previous year capital loss divided by chargeable gain per share. അപ്പം ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്തതില് AEA എന്ന് പറയുന്നത് നമുക്കറിയാം 12,300 ആണ്. ക്യാപിറ്റൽ ലോസ് 800 വന്നു. ദെൻ പെർ ഷെയർ വാല്യൂ 1.54 ആയിരുന്നു പറഞ്ഞത്. 1.54. സം ചെയ്യാം. പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ കൂടെ എടുക്കാം, കറന്റ് ഇയർ ഉണ്ടെങ്കിൽ കറന്റ് ഇയർ എടുക്കാം. യെസ്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത സിനാരിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 149. അല്ല, കറന്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും ക്യാപിറ്റൽ ലോസ് ഉണ്ട്. രണ്ടും AEA കൂടെ ആഡ് ചെയ്തു. ഒന്നിച്ച് ആഡ് ചെയ്ത് ഡയറക്ട്ലി ചാർജബിൾ ഗെയിൻ പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. രണ്ട് ലോസും ഉണ്ട്, രണ്ട് ലോസും ആഡ് ചെയ്യാം. ഒരെണ്ണേ ഉള്ളെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. Then, what is the chargeable gain per share that Ginger will make on her disposal of shares in N Limited to her daughter? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം ചാർജബിൾ ഗെയിൻ എറൈസ് ആകും ഡോട്ടറിന് ഈ ഷെയർ സെയിൽ ചെയ്തതിന്റെ പേരിൽ നിന്നും. നമുക്കറിയാം ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ നമുക്ക് ഗിഫ്റ്റ് റിലീഫിന് ക്ലെയിം ചെയ്തിരിക്കുകയാണ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. ദെൻ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഡിസ്പോസൽ. നമ്മൾ ജനറലി പറയുന്നത് ഗിഫ്റ്റ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണി എന്നാണോ ഈ അസറ്റ് തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യുന്നത് ആ ഒരു ടൈമില് ഡോണർക്കും ചാർജബിൾ ഗെയിൻ എറൈസ് ആകുള്ളൂ എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. എങ്കിലും നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ക്വസ്റ്റ്യനിൽ പറയുവാണ് നമ്മൾ ഡോട്ടറിന് സെയിൽ ചെയ്ത സമയത്തെ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്ത സമയത്തെ ഒരു ചാർജബിൾ ഗെയിൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് അസ്യൂം ചെയ്യുവാണ് ഡോണി ഇത് തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തു. ആ ഒരു സിറ്റുവേഷനിലെ ഡോണറിന്റെ ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ ഡോണറിന്റെ ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നോർമലി ഗിഫ്റ്റ് റിലീഫ് ഞാൻ ഡിസ്കസ് ചെയ്തിൽ അതിലേക്ക് വരുന്നേ ഉള്ളൂ. നോർമലി ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് എന്ന് നമ്മൾ വേണം ജനറലി പറയാം.
ആക്ച്വൽ പ്രൊസീഡ്സ് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും? നോർമൽ കേസിൽ ഡോട്ടർ എന്തെങ്കിലും കൊടുത്തെങ്കിൽ, ഇവിടെ ഇപ്പൊ ജിഞ്ചറിന് ഡോട്ടർ എന്തെങ്കിലും ക്യാഷ് കൊടുത്തെങ്കിൽ അതാണ് നമ്മൾ ഇവിടുത്തെ ആക്ച്വൽ പ്രൊസീഡ്സ് എന്ന് മീൻ ചെയ്യുക. കോസ്റ്റ് എന്ന് പറയുന്നത് ജിഞ്ചർ ഇത് എത്രയ്ക്ക് പർച്ചേസ് ചെയ്തു എന്നുള്ള മീനിങ്ങിലായിരിക്കും പറയുക. സോ ഹിയർ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ഇതുണ്ടോ, ജിഞ്ചർ ഇന്റൻസ് ടു സെൽ സം ഓഫ് ദ ഹോൾഡിംഗ് ടു ഹർ ഡോട്ടർ അറ്റ് 4 pound. അപ്പം ജിഞ്ചർ കൊടുക്കുന്നത് 4 pound കൊടുക്കുന്നത്. ദെൻ ജിഞ്ചർ ഇത് പർച്ചേസ് ചെയ്തത് 2.4 pound പർച്ചേസ് ചെയ്തത്. അപ്പൊ ഡോട്ടർ 4 pound ക്യാഷ് കൊടുത്തു, ജിഞ്ചർ ഇത് പർച്ചേസ് ചെയ്ത് 2.4 therefore 1.6 is chargeable gain. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഡോട്ടർ ഇത് തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യുവാണ്, ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു അസംഷനാണ് പറയുന്നത്. ഡോട്ടർ ഇത് തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യുവാണെങ്കിൽ ഡോണറിന്റെ ചാർജബിൾ ഗെയിൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. Then business leave. First one, BADR leave. BADR leave എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ് അസറ്റ് ഡിസ്പോസൽ റിലീഫ്. സോ ബിസിനസ് അസറ്റ് ഡിസ്പോസൽ റിലീഫ് എലിജിബിൾ ആകുന്നത് സിറ്റുവേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന ട്രേഡർ അല്ലെങ്കിൽ ഞാനെന്ന പാർട്ട്ണർ എന്റെ കയ്യിലുണ്ടായിരുന്ന സോൾ ട്രേഡിംഗ് ബിസിനസ് ഓർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സെയിൽ ചെയ്തു, മീൻസ് സീസ് ചെയ്തു, എന്നിട്ട് അതിലെ അസറ്റ്സുകൾ സെയിൽ ചെയ്താൽ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് BADR ലീഫ്. അപ്പം ഞാൻ എന്റെ ബിസിനസ് സീസ് ചെയ്തിട്ട് അതിലെ അസറ്റ്സുകൾ സെയിൽ ചെയ്താൽ ആ കിട്ടുന്ന ഗെയിനിന് എന്റെ ലൈഫ് ടൈമിൽ 1 million വരെയുള്ള ഗെയിനിന് 10% ടാക്സ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എനിക്ക് BADR ക്ലെയിം ചെയ്യാവുന്നത് എന്നാണോ ട്രേഡ് സീസ് ചെയ്ത് ആ ഡേറ്റിൽ നിന്ന് വിത്തിൻ 3 year ഈ അസറ്റ് സെയിൽ ചെയ്താലായിരിക്കും എനിക്ക് BADR ലീഫ് ക്ലെയിം ചെയ്യാവുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് 2 year ഓണർഷിപ്പ് വേണം എന്ന് പറയുന്നുണ്ട്. 2 year ഓണർഷിപ്പ് എന്ന് പറയുന്നത് അസറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്റെ സോൾ ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓൺ ചെയ്തിട്ട് 2 year ആയിരിക്കുക എന്നാണ് നമ്മൾ പറയുക. ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം, 2 year ഓണർഷിപ്പിന്റെ കണ്ടീഷൻ. ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ പറയുക ആ ഷെയർസ് എന്റെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി, അതായത് എന്റെ ട്രേഡിംഗ് കമ്പനി ആയിരിക്കാം. അത് പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്നത് എനിക്ക് ആ കമ്പനിയിൽ മോർ ദാൻ 5% ഹോൾഡിങ്സ് ഉണ്ടായിരിക്കാം. അപ്പം ഷെയർ എന്റെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി ആയിരിക്കാം, ദാറ്റ് മീൻസ് മോർ ദാൻ 5% ഹോൾഡിംഗ് ഉണ്ടായിരിക്കാം. ദെൻ ആൻഡ് ഓൾസോ ദ ഇൻഡിവിജ്വൽ ഈസ് ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി, പാർട്ട് ടൈം ഓർ ഫുൾ ടൈം എംപ്ലോയി ആയിരിക്കും. അപ്പം ഒരിക്കലും നിങ്ങളുടെ ചിലപ്പോൾ സിനാരിയോ ക്വസ്റ്റ്യനിലൊക്കെ വരാറുണ്ട് ഡയറക്ടർ ആയിരിക്കണം എന്ന് കമ്പൽസറി. ഒരിക്കലും അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല, ആള് എംപ്ലോയി ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ദെൻ ട്രേഡിംഗ് കമ്പനി ആൻഡ് ദ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി മീൻസ് മോർ ദാൻ 5% ഹോൾഡിംഗ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവിടെയും നമുക്ക് 1 million വരെയുള്ള ഗെയിനിന് 10% കൊടുത്താൽ മതി. ദെൻ വൺ മോർ കണ്ടീഷൻ, 2 year ഓണർഷിപ്പ് ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആപ്ലിക്കബിൾ ആണ്. 2 year ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇതിലും ആപ്ലിക്കബിൾ ആണ്. ദെൻ മറ്റൊരു കേസ് ശ്രദ്ധിക്കേണ്ടത്, ഈ 2 year ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ആ കമ്പനിയിൽ എംപ്ലോയി ആയിട്ടും 2 year ആയിരിക്കണം, ആ കമ്പനിയിലെ ഷെയർ ഞാൻ ഓൺ ചെയ്തിട്ടും 2 year ആയിരിക്കും. രണ്ടും ആപ്ലിക്കബിൾ ആയിരിക്കണം. ഞാൻ ആ കമ്പനിയിലെ എംപ്ലോയി ആയിട്ടും 2 year ആയിരിക്കണം, ആ കമ്പനിയിലെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടും 2 year ഞാൻ ഓൺ ചെയ്തിരിക്കണം. ഓണർഷിപ്പ് പീരീഡ് അങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്യുക. ദെൻ ഓർക്കുക, ഒരു കണ്ടിന്യൂയിങ് ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസറ്റ് സെയിൽ ചെയ്താൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? BADR ലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. നമ്മൾ നോർമൽ കേസിൽ ക്ലെയിം ചെയ്യുന്നത് ട്രേഡ് സീസ് ചെയ്തിട്ട് അതിലെ അസറ്റ് സെയിൽ ചെയ്താൽ മാത്രമേ BADR ലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കേസ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി സെയിൽ ചെയ്താൽ BADR ലീഫ് ക്ലെയിം ചെയ്യാൻ എലിജിബിൾ അല്ല.
BADR ക്ലെയിം ചെയ്യുന്ന ടൈം പീരീഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അതായത് നിങ്ങൾ ഒരു ട്രേഡ് സീസ് ചെയ്ത് അസറ്റ് സെയിൽ ചെയ്തിരിക്കുന്ന 22-23 ടാക്സ് ഇയറിലാണെങ്കിൽ നിങ്ങൾ 31st January 25 മുമ്പെങ്കിലും ടാക്സ് അതോറിറ്റിയോട് ക്ലെയിം ചെയ്താൽ മാത്രമേ റിലീഫ് എലിജിബിൾ ആയിരിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. 22-23 ടാക്സ് ഇയറിലെ ഡിസ്പോസൽ ആണെങ്കിൽ 31st January 25 ക്ലെയിം ചെയ്തിരിക്കണം. ഇൻവെസ്റ്റേഴ്സ് റിലീഫ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവെസ്റ്റേഴ്സ് റിലീഫ് ആണെങ്കിൽ നമ്മൾ ആ കമ്പനിയിലെ എംപ്ലോയി ആകാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. എംപ്ലോയി ആകാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അതുപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഷെയർ ആയിരിക്കുക 17th March 2016 ശേഷം അല്ലെങ്കിൽ 6th April 2016 ശേഷമായിരിക്കും ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്ത് ന്യൂലി ഇഷ്യൂഡ് ഷെയർ ആയിരിക്കുക. അതുപോലെ തന്നെ അത് 3 years എങ്കിലും എനിക്ക് ആ കമ്പനിയിൽ ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ 10 million വരെയുള്ള ഗെയിനിന് ഞാൻ എത്ര പെർസെന്റേജ് ആണ്? 10% ടാക്സ് കൊടുത്താൽ മതിയാവും. റോൾ ഓവർ റിലീഫ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? BADRലോ ഇൻവെസ്റ്റേഴ്സ് റിലീഫിലോ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? Next point, rollover relief or replacement relief. Rollover relief നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണോ നമ്മുടെ ഡിസ്പോസൽ ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 12 monthsനുള്ളിലോ ഫ്യൂച്ചറിലേക്ക് 36 monthsനുള്ളിലോ ആണ് നമുക്ക് റോൾ ഓവർ റിലീഫ് ക്ലെയിം ചെയ്യാവുന്നത്. ഓർക്കേണ്ടത് ക്വാളിഫൈങ് ബിസിനസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് നോട്ട് മൂവബിൾ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂവബിൾ അസറ്റ്സുകൾക്ക് ROR ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. മൂവബിൾ അസറ്റ്സുകൾക്ക് ROR ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ക്രെയിന്, നിങ്ങളുടെ ഒരു ക്രെയിൻ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ക്രെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ മൂവബിൾ ആണ്. അതുകൊണ്ട് അവിടെ ROR നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ എലിജിബിൾ ആയിരിക്കില്ല. ഇനി ROR റിലീഫ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ 22-23 ടാക്സിലെ ഡിസ്പോസൽ ആണെങ്കിൽ 22-23 ടാക്സിലെ ഡിസ്പോസൽ ആണെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാവുന്നത് നിങ്ങളുടെ 5th April 28 22-23 ടാക്സ് ഇയറിൽ ഒരു ഡിസ്പോസൽ നടന്നാണ്. നമ്മളൊരു പുതിയ അസറ്റിലേക്ക് 23-24 റീഇൻവെസ്റ്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ ന്യൂ അസറ്റ് പർച്ചേസ് 23-24 ആണെങ്കിൽ ആ ഒരു അസംഷനിലായിട്ട് പറയുന്നത് 5th April 28 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്ന ടൈം പീരീഡ്. ഇത് ജനറലി ഒരു ഡേറ്റ് പറയുന്നതാണ്. ഇവിടെ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നായിരിക്കാം റോൾ ഓവർ റിലീഫ് ക്ലെയിം ചെയ്യാവുന്നതിന് ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് later of 4 years from the end of the tax year in which the disposal of old asset take place and 4 years from the end of the tax year in which the new asset is acquired. അതായത് എന്നാണോ നിങ്ങൾ അസറ്റ് ഡിസ്പോസ് ചെയ്തത് ആ ഡിസ്പോസൽ ഡേറ്റിന്റെ ടാക്സ് ഇയർ ഏതാണോ അവിടുന്ന് ഫ്രണ്ടിലേക്ക് 4 year. അല്ല എങ്കിൽ ന്യൂ അസറ്റ് അതല്ലെങ്കിൽ സെക്കൻഡ് അസറ്റ് എന്നാണോ പർച്ചേസ് ചെയ്തത് ആ അസറ്റിന്റെ ടാക്സ് ഇയർ ഏതാണോ അവിടുന്ന് ഫ്രണ്ടിലേക്ക് 4 year. ഈ ഒരു ടൈം പീരീഡിലായിരിക്കും നിങ്ങൾ റോൾ ഓവർ റിലീഫ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നത്. later of disposal assets tax year ഫ്രണ്ടിലേക്ക് 4 year. B second asset tax year ഫ്രണ്ടിലേക്ക് 4 year. ആ ഒരു ടൈം പീരീഡിലായിരിക്കും നമുക്ക് നോർമൽ കേസിൽ ROR ക്ലെയിം ചെയ്യാം. ഡിസ്പോസൽ അസറ്റ് ടാക്സ് ഇയർ ഫ്രണ്ടിലേക്ക് 4 year, സെക്കൻഡ് അസറ്റ് ടാക്സ് ഇയർ ഫ്രണ്ടിലേക്ക് 4 year. ഇതിപ്പോ നമ്മള് ഇൻഡിവിജ്വലിന്റെ കേസാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വലിന്റെ കേസാണ്.
അതേസമയം ഇത് ഒരു കമ്പനി ആണെങ്കിൽ നമുക്കറിയാം, കമ്പനി ആണെങ്കിൽ നോർമൽ കേസിൽ അക്കൗണ്ടിങ് പീരീഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയിൽ നമുക്കറിയാം റോൾ ഓവർ ലീഫ് ഉണ്ട്. അത് നോർമലി കമ്പനി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ അക്കൗണ്ടിങ് പീരീഡ്. അപ്പൊ അക്കൗണ്ടിങ് പീരീഡ് എങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്യാം? അക്കൗണ്ടിങ് പീരീഡ് കൗണ്ട് ചെയ്യുന്നത് later of a disposal of old asset or disposal asset, അതിന്റെ അക്കൗണ്ടിങ് പീരീഡ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ P&L പീരീഡ്. പറയാം കമ്പനി ആകുമ്പോൾ അക്കൗണ്ടിങ് പീരീഡ് എന്നാണ് നമ്മൾ നോർമലി പറയുക. അക്കൗണ്ടിങ് പീരീഡ് ഫ്രണ്ടിലേക്ക് 4 year. Then second case, second asset second asset പർച്ചേസ് ചെയ്ത അക്കൗണ്ടിങ് പീരീഡ് ഫ്രണ്ടിലേക്ക് 4 year. ഈ രണ്ട് ഡേറ്റിലെയും ലേറ്റർ ഡേറ്റ് ആയിരിക്കും നമുക്കറിയാം നോർമൽ കേസിൽ എടുക്കുക. രണ്ട് ഡേറ്റിലെയും ലേറ്റർ ഡേറ്റ്. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 171 ഇതൊന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 171. On 1st October 22, S Limited sold a factory for 8,50,000 and realizing a gain of 2,50,000. അപ്പം സെയിൽ ചെയ്ത ഡേറ്റ് 1st October 22. On 1st November 21, the company had purchased an immovable machine for 900,000. നമുക്കറിയാം സെയിൽ ചെയ്ത ഡേറ്റ് 1st October 22. ഇവിടുന്ന് ശരിക്കും ബാക്കിലേക്ക് 12 monthsനുള്ളിൽ പർച്ചേസ് ചെയ്ത അസറ്റ് ആണെങ്കിൽ ഓക്കെയാണ്. So that is 1st October 21 ആണ്. ഇവിടെ നമ്മൾ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് November 21 നമുക്കറിയാം ROR എലിജിബിൾ ആണ് 1st November 21. Okay, the 1st November 21, the company had purchased an immovable machine 900,000. The machine is expected to be used by the company for at least 25 years and the company prepares accounts 31st December. പ്രത്യേകം ശ്രദ്ധിക്കാം, കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് 31st ഡിസംബറിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ലേറ്റർ ഓഫ് നമ്മുടെ കമ്പനി സെയിൽ ചെയ്ത ഡേറ്റ് മീൻസ് അസറ്റ് സെയിൽ ചെയ്ത ഡേറ്റ് 1st October 22. നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിംഗ് പീരീഡ് ഡിസംബറാണ്. അപ്പൊ ഇവിടുത്തെ അക്കൗണ്ടിംഗ് പീരീഡ് 31st December 22 ആണ്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് 4 year. ദാറ്റ് മീൻസ് 31st December 26. ദെൻ നെക്സ്റ്റ് കേസ്, ഇവര് സെക്കൻഡ് അസറ്റ് പർച്ചേസ് ചെയ്ത് 1st November 21. So that means accounting period 31st December 21. അവിടുന്ന് ഫ്രണ്ടിലേക്ക് 4 year. That means 31st December 25. ഇതിലെ ലേറ്റർ ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ലേറ്റർ ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 31st December 26. ലേറ്റർ ഡേറ്റ് ആണ്. സോ 31st December 26. ക്ലിയർ ആണല്ലോ? മടുത്തല്ലേ എല്ലാരും? ഇങ്ങനെ ബാക്കി പറയണ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റും കൂടെ പറഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് വേണോ? PPRും ഗിഫ്റ്റ് ലീഫും പറയണതിന് മുമ്പ് മടുത്തോ? കണ്ടിന്യൂസ് ഇരുന്ന് മടുത്തില്ല? കുറച്ചേരൊക്കെ പയ്യെ പയ്യെ ഇറങ്ങി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ മടുത്തിട്ടാണോ?
വിഷ്ണു ബ്രേക്ക് വേണം ആർക്കെങ്കിലും? ചെറിയ ബ്രേക്ക് എടുത്താലോ? ചെറിയ ബ്രേക്ക് എടുക്കണം. കുറച്ച് മടുത്തു. ഇന്ന് CGT ഫുൾ എന്നാണ്. CGT ഫുള്ള്. CGT ഫുൾ എടുക്കാം, പക്ഷെ ചെറിയൊരു ബ്രേക്ക് കിട്ടിയാൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ ROR പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോൺ ബിസിനസ് അസറ്റും ഡിപ്രീഷിയേറ്റിംഗ് അസറ്റും കൂടെ പറഞ്ഞിട്ട് ബ്രേക്ക് തരാം. അപ്പൊ പിന്നെ ROR അങ്ങ് തീരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം. ഓക്കെ ഓക്കെ. Then നമുക്കറിയാം നോൺ ബിസിനസ് അസറ്റ്, അതായത് ഇപ്പം എനിക്കൊരു ഒരു അസറ്റ് ഞാൻ ഓൾറെഡി ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഫുൾ ടൈം ബിസിനസ്സിലല്ല യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാളിഫൈങ് പർപ്പസിന് വേണ്ടി അല്ല ട്രേഡ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ട്രേഡ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് മാത്രമേ ROR കിട്ടുള്ളൂ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തെങ്കിൽ അതിന് നമുക്ക് എന്ത് എലിജിബിൾ ആയിരിക്കില്ല? ROR എലിജിബിൾ അല്ല. ആ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ട്രേഡ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അല്ലയോ എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നോർമൽ കേസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട വേർഡ്സ് ഇതാണ്: ഫിക്സഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ഏതാണ് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം. സെക്കൻഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന അസറ്റ് ഒരു ഫിക്സഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്, അല്ലെങ്കിൽ ഒരു ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയുക, നിങ്ങൾ പർച്ചേസ് ചെയ്ത അസറ്റിന്റെ ലൈഫ് ലെസ് ദാൻ 50 ഇയർ ആണ്, അല്ലെങ്കിൽ ഗെയിൻ ഡെഫർ ചെയ്യുവാണ്, ലെസ് ദാൻ 50 ഇയർ ആണ്, 20 ഇയർ ലീസ്, 30 ഇയർ ലീസ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞെങ്കിൽ അതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു അസറ്റ് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഗെയിൻ ഡെഫർ ചെയ്യുള്ളൂ, റോൾ ചെയ്യാൻ പറ്റില്ല, ഗെയിൻ ഡെഫർ ചെയ്യുള്ളൂ. ഇനി ഈ പറയുന്ന ഡെഫർ ചെയ്തിരിക്കുന്ന ഗെയിൻ, ഡെഫേർഡ് ഗെയിൻ ചാർജബിൾ ആകുന്നത് ഏർലിയസ്റ്റ് ഓഫ്, ഇവിടെ ഏർലിയസ്റ്റ് ആണ്, ഏർലിയസ്റ്റ് ഓഫ് ഡിസ്പോസൽ ഓഫ് ദ റീപ്ലേസ്മെന്റ് അസറ്റ്, depreciating asset ceases to be used for the purpose of trade, and 10 years from the date of acquisition. ഈ 3 ഡേറ്റ്സിലെ ഏർലിയർ വരുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റിലായിരിക്കും ചാർജബിൾ ആകുന്നത്, അല്ലെങ്കിൽ ഡെഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗെയിൻ ചാർജബിൾ ആകുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ BPP റിവിഷൻ കിട്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 131. BPP റിവിഷൻ കിറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 131. Yes, owned the factory which had always been used in her business. She sold the factory on 14th May 22 and realized a gain of 60,000. On 12th August 22, she had purchased 20-year lease on a warehouse. 20-year lease, so that means less than 50 years life, on a warehouse using all the proceeds from the sale of the factory. A claim for relief for the replacement asset was made, and the warehouse will continue to be used for in as trade until it's sold on 14th October 32. When will the deferred gain become chargeable എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇത് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണെന്നുള്ളതിന് ഇൻഫർമേഷൻ ഒന്ന് ഗെയിൻ ഡെഫർ ചെയ്തു എന്നുള്ള വേർഡ് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കേസ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ലെസ് ദാൻ 50 ഇയർ ഉള്ള ലീസ് ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും നോക്കിയാണ് ഇതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്കറിയാം ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 ഡേറ്റ് തന്നിട്ടുള്ളൂ. ഒന്ന് ഇത് പർച്ചേസ് ചെയ്ത 12th August 22 അപ്പൊ പർച്ചേസിംഗ് ഡേറ്റിൽ നിന്ന് 10 ഇയർ ആകുന്ന ഡേറ്റ്. സോ ദാറ്റ് മീൻസ് earliest of 12th August 22. So that means
അവിടുന്ന് 10 year, that means 12th August 32. Then B, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവർ സെയിൽ ചെയ്തിരിക്കുന്ന ഡേറ്റ് 14th October 32 ആണ്. സോ ഡിസ്പോസൽ ഡേറ്റ് 14th October 32. ഡിസ്പോസൽ ഡേറ്റ് 14th October 32. ഇവിടെ നമുക്ക് അസറ്റ് സീസ് ചെയ്യുന്ന കേസ് ഒന്നും തന്നിട്ടില്ല. സോ ഈ രണ്ട് ഡേറ്റിനെയും ഏർലിയസ്റ്റ് ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ഇതിലെ ഏർലിയസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12th August 32 ആണ്. അപ്പം ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഇത് ചാർജബിൾ ആണ്. ഈ ഗെയിൻ ചാർജബിൾ ആകുന്നത് 12th August 32-ലായിരിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് PPR റിലീഫ്. നമുക്കറിയാം PPR റിലീഫ് നമ്മൾ എലിജിബിൾ ആകുന്നത് PPR റിലീഫ് എലിജിബിൾ ആകുന്നത് നോർമൽ കേസിൽ നമ്മളൊരു മെയിൻ റെസിഡൻസ് സെയിൽ ചെയ്യുന്നു. ഒരു മെയിൻ റെസിഡൻസ് സെയിൽ ചെയ്യുന്നു, ഒരു പാർട്ടായിട്ട് നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീംഡ് ഒക്യുപ്പേഷൻ ഓർ ആക്ച്വൽ ഒക്യുപ്പേഷൻ വരുന്ന സിറ്റുവേഷൻ ആണ്. നമ്മൾ മെയിൻ റെസിഡൻസിൽ ഫുൾ ടൈം ഒക്യുപ്പൈഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഗെയിൻ എക്സംപ്റ്റ് ആയിരിക്കും. ബട്ട് നമ്മുടെ മെയിൻ റെസിഡൻസിൽ ഫുൾ ടൈം ഒക്യുപ്പൈ ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പറയുന്നത്. ഫുൾ ടൈം ഒക്യുപ്പൈഡ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കാം ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീസ് മൈനസ് കോസ്റ്റ്, ദെൻ PPR റിലീഫിലേക്ക് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുക. ഇനി ഇവിടെ നമുക്കറിയാം ആക്ച്വൽ ഒക്യുപ്പേഷൻ ഓർ ഡീംഡ് ഒക്യുപ്പേഷൻ. ആക്ച്വൽ ഒക്യുപ്പേഷൻ എന്തായാലും എക്സംപ്റ്റ് ആണ്. ഈ ഏതൊക്കെ സിറ്റുവേഷൻ ആയിരിക്കും ഡീംഡ് ഒക്യുപ്പേഷൻ, ദാറ്റ് മീൻസ് ഒക്യുപ്പൈഡ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. So that is last 9 months of ownership. That is always exempt unconditionally. Up to 3 years of absence for any reason. അതായത് എന്ത് റീസൺ കാരണമാണെങ്കിലും നമുക്കറിയാം 3 years exempt. That means any period, another point, any period spent employed abroad, that is also exempt. And the last point, up to 4 years of absence while working elsewhere in the UK. അതും പ്രത്യേകം ശ്രദ്ധിക്കാം. UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു എംപ്ലോയി ആണെങ്കിൽ, ഞാൻ എന്ന ഇൻഡിവിജ്വൽ ഒരു എംപ്ലോയി ആണെങ്കിൽ UK-യിൽ തന്നെ വേറെ എവിടെയെങ്കിലും ഞാൻ ഒക്യുപ്പൈ ചെയ്യുവാണെങ്കിൽ 4 years എനിക്ക് എക്സംപ്റ്റ് ചെയ്യാം. ഓവർസീസിലാണെങ്കിൽ എനി നമ്പർ ഓഫ് ഇയേഴ്സ് എക്സംപ്റ്റ് ചെയ്യാന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. എനി നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർസീസ് ആണെങ്കിൽ. ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി ഇവിടെ സെക്കൻഡ് സെന്റൻസ് പറയേണ്ടതിലേക്ക് വരാം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് B2D, ദാറ്റ് മീൻസ് പോയിന്റ് BCD, ഈ 3 പോയിന്റിന്റെ ബിഫോറും ആഫ്റ്ററും ഒരു ആക്ച്വൽ ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കണം. പോയിന്റ് BCD, ഈ 3 പോയിന്റിന്റെ ബിഫോറും ആഫ്റ്ററും ഒരു ആക്ച്വൽ ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വേണ്ട, ബിയുടെ ഇടയ്ക്ക് സിയുടെ ഇടയ്ക്ക് അങ്ങനെയൊന്നും വേണ്ട. അതായത് ഞാനൊരു ഹൗസ് പർച്ചേസ് ചെയ്തു, ഇവിടെ ഒരു ആക്ച്വൽ ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്നു, ദെൻ ഈ പറയുന്ന റീസൺ BCD വന്നു, ദെൻ ഞാൻ സെയിൽ ചെയ്യുന്നതിന് മുൻപ് ഒരു ആക്ച്വൽ ഒക്യുപ്പേഷൻ ഉണ്ടായാൽ മതി. ഈ പറയുന്ന എല്ലാ പോയിന്റും നമുക്ക് എക്സംപ്റ്റ് ആയിരിക്കും. ഇനി ഞാനൊരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനൊരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ നോർമൽ കേസിൽ പറയുന്നത് the individual was self-employed and was required elsewhere in the UK or overseas due to self-employment. That means ഞാനൊരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ഈ 4 years എന്ന് പറയുന്നത് ഞാൻ ഓവർസീസിൽ, ഇപ്പം ഞാൻ സെൽഫ് എംപ്ലോയി ആണെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ഓവർസീസിൽ ഉണ്ടാവാം. അതുപോലെ എനിക്ക് UK-യിലും വർക്ക് ഉണ്ടാവും. UK-യിലും എൻ്റെ ഹൗസിൽ നിന്ന് മാറി നിൽക്കുന്നു. ഓവർസീസിൽ പോകുന്ന ടൈം പീരീഡും UK-യിൽ മാറി നിൽക്കുന്ന ടൈം പീരീഡും എല്ലാം കൂടി കൺസിഡർ ചെയ്തേ 4 years പറ്റുള്ളൂ. അതേസമയം ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ ഓവർസീസ് പോയാൽ ഫുൾ ടൈം എക്സംപ്റ്റ് ആണ്. അതേ സമയത്ത് ഞാനൊരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ഓവർസീസ് പോയ ടൈം പീരീഡും UK-യിലെ ടൈം പീരീഡും കൂടെ കൂടിയായിരിക്കും 4 years എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിലെ പേജ് നമ്പർ 511, BPP റിവിഷൻ കിറ്റ് പേജ് നമ്പർ 511, മോക്ക് 4 ക്വസ്റ്റ്യൻ 7. മോക്ക് 4 ക്വസ്റ്റ്യൻ 7 ഒന്ന് വായിച്ചു നോക്കിയേ. മോക്ക് 4 ക്വസ്റ്റ്യൻ 7.
Ronald is self-employed. Ronald is self-employed. He purchased a house and lived it for 2 years. He purchased a house and lived it for 2 years. 2 years നമുക്ക് ഇവിടെ മന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 years എന്ന് പറയുന്നത് നമ്മൾ 24 month എന്ന് എടുത്തു. അത് ആക്ച്വൽ occupation ആണ്. Then the house was then unoccupied for 5 years because Ronald went to work outside the UK. അപ്പം ഓവർസീസ് പോയിരിക്കുകയാണ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്. ബട്ട് ഓർക്കണം റൊണാൾഡോ ഒരു സെൽഫ് എംപ്ലോയി ആണ്. സോ ഓവർസീസിൽ വർക്കുമായിട്ട് പോയാലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാവുന്നത് 4 years ആണ്. ദാറ്റ് മീൻസ് 48 month ആണ്. ഇവിടെ 5 years ആണ് ഓവർസീസ് പോയത്. അപ്പൊ നമുക്ക് ഫോർ എനി റീസൺ വെച്ച് വേണമെങ്കിൽ 12 month എക്സെപ്റ്റ് ചെയ്യാം. ഫോർ എനി റീസൺ അങ്ങനെ അത് ഫുള്ളും എക്സെപ്റ്റ് ചെയ്തു. Then he then lived in the house for 3 years. So actual occupation ആണ് 3 years 36 months. Then Ronald went to live with his mother and the house was unoccupied for 6 years and half years. അതായത് 6 year-ഉം 6 month-ഉം മദറിന്റെ കൂടെ ഓക്യുപ്പൈ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഫോർ എനി റീസൺ ഈ 12 month ഫോർ എനി റീസൺ യൂസ് ചെയ്ത് പോയി. ഇനി ഫോർ എനി റീസണിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 year-ഉം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 24 month കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ബാലൻസ് ആക്ച്വലി മദറിന്റെ കൂടെ ഓക്യുപ്പൈ ചെയ്ത ടൈം പീരീഡ് എല്ലാം ചാർജബിൾ ആയി പോകും. ദെൻ ഫൈനലി റൊണാൾഡ് ലീവ്ഡ് ഇൻ ദ ഹൗസ് ഫോർ ദ ലാസ്റ്റ് 6 month ഓഫ് ഓണർഷിപ്പ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് 6 month എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓൾറെഡി എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി അവിടെ ഓക്യുപ്പൈഡ് ആണ് 6 month. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് 9 month എന്ത് റീസൺ ആയാലും ഓൾവേസ് എക്സെപ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് 9 month ഓൾവേസ് എക്സെപ്റ്റ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് 9 month സെയിൽ ചെയ്യുന്ന ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 9 month ഓൾറെഡി 6 month ഞാൻ ആക്ച്വൽ ഓക്യുപ്പേഷനാണ്. ബാലൻസ് ഞാൻ മദറിന്റെ കൂടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുവാണ്. അത് ഓൾറെഡി അവിടെ ചാർജബിൾ ആയിരിക്കുക. സോ ഈ ലാസ്റ്റ് 9 month-ലെ 3 month കൂടെ ചാർജബിൾ ആയിരിക്കുന്നതിൽ നിന്ന് ഒരു 3 month കൂടെ എനിക്കിവിടെ എക്സെപ്റ്റ് ചെയ്യാം. ലാസ്റ്റ് 9 month-ലെ 6 month ഞാൻ ആക്ച്വൽ ഓക്യുപ്പേഷൻ ഉള്ളൂ. സോ റിമൈനിങ് 3 month ലാസ്റ്റ് 9 month-ൽ നിന്ന് എനിക്കിവിടെ എക്സെപ്റ്റ് ചെയ്യാം. കൗണ്ട് ചെയ്ത് നോക്കിയേ ടോട്ടൽ എത്ര month ആന്നുള്ളത്. +24 + 48 12 36 24 and 9. So total 153 months ആണ് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ മെയിൻ റെസിഡൻസ് ആണെങ്കിലും ആ മെയിൻ റെസിഡൻസിൽ ഏതെങ്കിലും ഒരു റൂം ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തെങ്കിൽ അത് നോർമൽ കേസിൽ എക്സെപ്റ്റ് മീൻസ് അതിന് PPR ലീഫ് എലിജിബിൾ അല്ല. എക്സെപ്റ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ച PPR ലീഫ് കിട്ടില്ല. ആ ഒരു കേസ് ചാർജബിൾ ആയി മാറും. PPR ലീഫ് കിട്ടില്ല. ഒരു റൂം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 rooms ഉണ്ടായിരുന്നു. ആ 5 റൂമിൽ 1 room ഓഫീസ് പർപ്പസ് ആണെങ്കിൽ അതിന് PPR ലീഫ് എലിജിബിൾ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. Then next point letting relief. Letting relief എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞാൻ ഇപ്പൊ ഒരു ഹൗസ് സെയിൽ ചെയ്തു. ആ ഹൗസിൽ മെയിൻ റെസിഡൻസ് ആയിരുന്ന ഒരു ഹൗസ് ആയിരുന്നു. ആ ഹൗസിൽ ഒരു പാർട്ട് ഞാൻ ലെറ്റ് ചെയ്തെങ്കിലാണ് എനിക്ക് ലെറ്റിംഗ് റിലീഫ് കിട്ടുക. ദെൻ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തിരുന്ന സമയത്ത് ലെറ്റ് ചെയ്താലേ എനിക്ക് ലെറ്റിംഗ് റിലീഫ് കിട്ടുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തിരുന്ന സമയത്ത് ലെറ്റ് ചെയ്താൽ മാത്രമേ ലെറ്റിംഗ് റിലീഫ് എലിജിബിൾ ആയിരിക്കുള്ളൂ. ആ ഒരു കാര്യവും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ എന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് ലെറ്റ് ചെയ്യുകയാണ് എന്റെ ബിസിനസ് എങ്കിൽ അതിന് ഒരിക്കലും എനിക്ക് എന്ത് എലിജിബിൾ ആയിരിക്കില്ല, ലെറ്റിംഗ് റിലീഫ് എലിജിബിൾ അല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇനി ലെറ്റിംഗ് റിലീഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോവർ ഓഫ് 40,000 or the amount of the gain exempted by the normal PPR rule and gain divided by total ownership period into letting period or chargeable month, whichever is lower എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നോർമൽ കേസിൽ ലെറ്റിംഗ് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുക.
Then gift relief. Gift relief actually നിങ്ങൾക്ക് ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ്. Then gift relief eligible ആകുന്നത് qualifying business asset transfer ചെയ്താലാണ്. ഇൻഡിവിജ്വൽസിന് qualifying business asset transfer ചെയ്താൽ qualifying business asset എന്ന് പറയുന്നത് asset used in the trade of sole trading business or partnership business or donors personal trading company shares. Donors personal trading company shares transfer ചെയ്യും. ഇനി സോൾ ട്രേഡിംഗ് ബിസിനസ് ഓർ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ അസറ്റ്സ് സെയിൽ ചെയ്താൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ക്വാളിഫയിങ് അസറ്റ് ആണ്, ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, അൺകോട്ടഡ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ നോർമൽ കേസിൽ അവിടെ എനിക്ക് പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ പറയും മോർ ദാൻ 5% ഹോൾഡിംഗ് ഉള്ള ഷെയർസിനെയാണ്. ഏതെങ്കിലും കമ്പനിയിൽ എനിക്ക് മോർ ദാൻ 5% ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അതാണ് എന്റെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ അൺകോട്ടഡ് ഷെയർ ആണെങ്കിൽ അവിടെ മോർ ദാൻ 5% ഹോൾഡിംഗ് വേണം എന്ന് കമ്പൽസറി ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കാം, അൺകോട്ടഡ് ഷെയർ ആണെങ്കിൽ അവിടെ മോർ ദാൻ 5% ഹോൾഡിംഗ് വേണമെന്ന് കമ്പൽസറി ഇല്ല. ബട്ട് കോട്ടഡ് ഷെയർ ആണെങ്കിലാണ് നമുക്ക് എന്ത് വേണ്ടത്, മോർ ദാൻ 5% ഹോൾഡിംഗ് വേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ ഷെയർസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നോട്ട് ക്വാളിഫയിങ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ എന്തെങ്കിലും ഷെയർസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗിഫ്റ്റ് റിലീഫ് ഓർ ഹോൾഡ് ഓവർ റിലീഫിന് എലിജിബിൾ ആയിരിക്കില്ല. ഇപ്പൊ കോട്ടഡ് ഷെയർ ആണെങ്കിൽ മോർ ദാൻ 5% ഹോൾഡിങ്സ് വേണം, അൺകോട്ടഡ് ഷെയർസ് ആണെങ്കിൽ മോർ ദാൻ 5% ഹോൾഡിംഗ് വേണം എന്ന് കമ്പൽസറി ഇല്ല. ഇനി കോട്ടഡ് ഷെയർ ആയാലും അൺകോട്ടഡ് ഷെയർ ആയാലും എനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ മോർ ദാൻ 5% ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അതെന്റെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി ആവുകയും ചെയ്തു. ഇനി ഇവിടെ പറയുന്നത് ഇതൊരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയിലെ കുറച്ച് ഷെയർസ് ആണ്. അപ്പൊ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയിൽ എനിക്ക് കുറച്ച് ഷെയർസ് ഉണ്ട്. ആ കമ്പനി ഫുൾ അസറ്റ്സുകളും ബിസിനസ് പർപ്പസിനായിരിക്കില്ല യൂസ് ചെയ്യാം. അപ്പം എനിക്ക് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ കുറച്ച് ഷെയർസ് ഉണ്ട്. ബട്ട് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയിലെ ഫുൾ അസറ്റ്സുകളും ട്രേഡ് പർപ്പസിനല്ല യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ കുറച്ച് അസറ്റ്സ് ട്രേഡ് പർപ്പസിനും കുറച്ച് ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി വെച്ചിട്ടുണ്ടാവാം, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന്. അപ്പം ആ കമ്പനിയിലെ ഷെയർസുകൾ കണ്ടോ, മാർക്കറ്റ് വാല്യൂ ചാർജബിൾ ബിസിനസ് അസറ്റ് ഓർ മാർക്കറ്റ് വാല്യൂ ചാർജബിൾ അസറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. അപ്പം നോർമൽ കേസിൽ മാർക്കറ്റ് വാല്യൂ ചാർജബിൾ ബിസിനസ് അസറ്റ്സ് ആ ഒരു പ്രൊപ്പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മാർക്കറ്റ് വാല്യൂ ചാർജബിൾ ബിസിനസ് അസറ്റ്സിന്റെ ഒരു പ്രൊപ്പോർഷൻ മാത്രമേ നമുക്ക് എങ്ങനെയുണ്ടായിരിക്കുള്ളൂ, ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So total gain divided by market value chargeable assets into market value chargeable business assets. ആ ഒരു പ്രൊപ്പോർഷനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. BPP റിവിഷൻ കിട്ടില്ലേ? ജെറോം എന്നുള്ള സിനാരിയോ, ജെറോ
Question number 1. Okay. ഇതില് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാവോ? നോട്ട് നമ്പർ 2. നോട്ട് നമ്പർ 2. On 24th June 22, Jerome made a gift of 12%, 12,000 ordinary shares, Reward Limited, and unquoted trading company. So unquoted trading company ആണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 12% ആണ് ഹോൾഡിങ്. 12% ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി, മോർ ദാൻ 5% ആണ്. സോ ദാറ്റ് മീൻസ് ഇതൊരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയായി സണ്ണിനാണ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. The market value of the shares on that date was 98,400 and the shares had been purchased on 15th March 2006 for 39,000. From share നമ്മൾ purchase ചെയ്ത് 39 ആണ്. On that date, the market value of the Reward Limited chargeable asset, that is chargeable assets 5,40,000, of which 4,60,000 was in respect of a chargeable business asset. And Jerome and Son will elect to use gift or holdover leave the gain. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവര് മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം 98,400 ആണ്. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് 39,000 ആണ്. സോ ബാലൻസ് നമുക്കറിയാം നോർമൽ വേയില് നമ്മുടെ ഗെയിൻ ആണ്. ബാലൻസ് എത്രയാണ്? 98,400 മൈനസ് 39,000. Balance gain is 59,400. Balance gain chargeable ആണ്. ബട്ട് ഓർക്കേണ്ടത് ഈ കമ്പനിയിൽ ടോട്ടൽ ചാർജബിൾ അസറ്റ്സ് 5,40,000 ഉണ്ട്. അതിൽ ബിസിനസ് അസറ്റ്സ് എന്ന് പറയുന്നത് 4,60,000 ഉള്ളൂ. സോ ദെയർഫോർ 59,400 ഇൻറ്റു ചാർജബിൾ അസറ്റ്സ്, ചാർജബിൾ ബിസിനസ് അസറ്റ് 4,60,000 ഡിവൈഡഡ് ബൈ 5,40,000. ഈ ഒരു പ്രൊപ്പോർഷനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റൂ? ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 59,400 then divided by 5,40,000 into 4,60,000. Okay, so that is 50,600. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് റിലീഫ് എങ്ങനെയായിരിക്കും? റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗിഫ്റ്റ് റിലീഫ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. 50,600 ഗിഫ്റ്റ് റിലീഫ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. Question number 155 ആയിരുന്നു ഗിഫ്റ്റ് റിലീഫ്. സോ 50,600. സോ ആക്ച്വലി നമ്മുടെ റിലീഫും കാര്യങ്ങളും പോർഷൻസ് കഴിഞ്ഞു. BPP റിവിഷൻ ചെയ്തിട്ടില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ചെക്ക് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 1. Question number 124. BPP revision is question number 124. Which of the following gifts are made by an individual is exempt from capital gain tax? Is exempt from capital gain tax. ഇവിടെ മോട്ടോർ ബോട്ട് ഉണ്ട്. മോട്ടോർ ബോട്ട് നമുക്കറിയാം that is a wasting asset ആണ്.
ബട്ട് വേസ്റ്റിംഗ് അസറ്റ് ആണെങ്കിൽ നമുക്കറിയാം ചാർജബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ യൂസ്ഡ് ഇൻ ട്രേഡ് എന്നുള്ള വേർഡ് പറയണം. യൂസ്ഡ് ഇൻ ട്രേഡ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. യൂസ്ഡ് ഇൻ ട്രേഡ് ഒന്നും പറഞ്ഞിട്ടില്ല. therefore മോട്ടോർ ബോട്ട് ഈസ് എക്സൽ. വേർഡ് ശ്രദ്ധിക്കുക, യൂസ്ഡ് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. യൂസ്ഡ് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞില്ല. therefore എക്സെപ്റ്റ്. ദെൻ ഷെയർസ് ആണ്. ഇവിടെ നമ്മൾ കണ്ടോ സെയിൽ വാല്യൂം കോസ്റ്റും ലെസ് ദാൻ 6,000 ആണ്. അങ്ങനെയാണെങ്കിലും ചാർജബിൾ എറൈസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ബിൽഡിംഗ് ഷെയർ ചാർജബിൾ എറൈസ് ആകും. ദെൻ ആന്റിക് ജുവലറി ആണ്. ദാറ്റ് ഇസ് എ നോൺ വേസ്റ്റിംഗ് ചാറ്റിലാണ്. സെയിൽ വാല്യൂ മോർ ദാൻ 6,000 കോസ്റ്റ് ലെസ് ദാൻ 6,000 ആണ്. സോ therefore സോൾഡ് അറ്റ് എ ഗെയിൻ ആണ്. നോർമൽ വേ ഓർ നോർമൽ കാൽക്കുലേഷൻ ആയിരിക്കും. അതായത് നോർമൽ ലോവർ ഓഫ് നോർമൽ കാൽക്കുലേഷൻ ഓർ സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് 5/3 ഇൻറ്റു ഗ്രോസ് പ്രൊസീഡ്സ് മൈനസ് 6,000 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ദാറ്റ് മീൻസ് ഇതും ചാർജബിൾ ആണ്. ദെൻ ഇവിടെ ഒരു ഗിഫ്റ്റ് കൊടുത്ത സ്കൾപ്ചേഴ്സ് ആണ് ഗിഫ്റ്റ് കൊടുത്തത്. വാല്യൂ 3,000 ആണ്. കോസ്റ്റ് 10,000 ആണ്. അതിന്റെ മീനിങ് ഇത് സോൾഡ് അറ്റ് എ ലോസ് ആണ്. സോൾഡ് അറ്റ് എ ലോസ് ആണെങ്കിൽ നമുക്കറിയാം ഡീംഡ് പ്രൊസീഡ്സ് 6,000 എടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലെ എക്സംപ്റ്റ് ഏതാണെന്നാണ് നമ്മുടെ റിക്വയർമെന്റ്. സോ therefore എക്സംപ്റ്റ് ഈസ് 124. ക്വസ്റ്റ്യൻ നമ്പർ 125. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കണ്ടുപിടിക്കണം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 125. ക്വസ്റ്റ്യൻ നമ്പർ 125. തന്നെ ചെയ്യാവോ നോക്കിയേ. നമുക്കറിയാം ഹൗസ് ആണ് സെയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ദെൻ ചാർജബിൾ ഗെയിൻ ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ടാക്സിബിൾ ഗെയിൻ കണ്ടുപിടിക്കുന്നത് 26,300 മൈനസ് 12,300. therefore 14,000 ആണ്. നമുക്കറിയാം നമ്മുടെ ടാക്സിബിൾ ഗെയിൻ എന്ന് പറയുന്നത്. ഓൾറെഡി ടാക്സിബിൾ ഇൻകം തന്നിട്ടുണ്ട് 25,620. സോ നമുക്കറിയാം ഓൾറെഡി 37,700 ആണ് നമ്മുടെ ബേസിക് റേറ്റ് ലിമിറ്റ് മൈനസ് 25,620 ബാലൻസ് ഇൻറ്റു 18%. ദെൻ നമുക്കറിയാം ഓൾറെഡി 25,620 ആണ്. അത്രയും എമൗണ്ടിനാണ് 18%. 37,700 മൈനസ് 25,620. സോ therefore 12,080ക്ക് നമ്മൾ ഓൾറെഡി 18%. ദെൻ ബാലൻസ് ടോട്ടൽ ടാക്സബിൾ ഗെയിൻ 14,000. 14,000ലെ 12,080ക്ക് നമ്മൾ ഓൾറെഡി പേ ചെയ്തു. ബാലൻസ് ഇൻറ്റു 28%. സോ 2712. അങ്ങനെയായിരിക്കും നമ്മൾ CGT ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. CGT ലയബിലിറ്റി കിട്ടിയ എല്ലാവർക്കും? ഓക്കെ. Then question number 126. Question number 126. പാർട്ട് ഡിസ്പോസൽ ആണ്. ലാൻഡ് സെയിൽ ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് പാർട്ട് ഡിസ്പോസൽ ലാൻഡ് സെയിൽ ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കിലെ ആൻസർ ഓപ്ഷൻ കറക്റ്റ് അല്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ദെൻ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു 10 ഹെക്ടർ ലാൻഡ് ആണ് പർച്ചേസ് ചെയ്തത്. 80,000 ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ജാനുവരി 23 ഒരു 3 ഹെക്ടർ ലാൻഡ് സെയിൽ ചെയ്തു. 36,000 ആണ് സെയിൽ ചെയ്തത്. ദെൻ അതുപോലെ തന്നെ അതിന്റെ സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസ് 1,000 വന്നു. ദാറ്റ് മീൻസ് അലൗബിൾ സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സോ 36,000 മൈനസ് 1,000 ദാറ്റ് ഈസ് 35 ആണ് അലൗബിൾ ഓർ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ റിമൈനിങ് ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 90,000 ആണ് പറഞ്ഞിരിക്കുന്നത്.
3 hectare ലാൻഡിന്റെ ചാർജബിൾ ഗെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ കോസ്റ്റ് 80,000 into A, that is 36,000, then divided by 36,000 plus B, remaining land in the market value. എത്രയായിരിക്കും? 12,143 ചാർജ് ബില്ല്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. $12,143. Then next. നെറ്റ് പ്രൊസീഡ്സ് വെച്ചല്ലല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് പ്രൊസീഡ് വാല്യൂ അല്ലേ? നെറ്റ് പ്രൊസീഡ്സ് എന്നല്ല പറയുന്നത്. നിങ്ങളുടെ നിം എന്ന് പറഞ്ഞ സിനാരിയോ ക്വസ്റ്റ്യൻ എടുത്ത് നിം സെക്ഷൻ ബി സിനാരിയോ ക്വസ്റ്റ്യൻ നിം. NIM disposed of the following assets during the tax year 22-23. On 20th July 22, NIM made a gift of 10,000 ordinary shares in KPLC to his daughter. On that date, the shares were quoted on the stock exchange 3.7 and 3.8. NIM has made the following purchase of shares in KPLC. നമുക്കറിയാം 10,000 ഷെയർ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കണക്റ്റഡ് പാർട്ടിക്കാണ്. സോ ദാറ്റ് മീൻസ് മാർക്കറ്റ് വാല്യൂ എടുക്കണം എന്നാണ്. 3.7 ഡിവൈഡ് ബൈ 3.8 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഈസ് ആയിരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ. ന്യൂ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്യാൻ ലേറ്റസ്റ്റ് ഉള്ളത്. Then March 21, Lily. നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തു. മാർച്ച് ജൂൺ 21 ക്വസ്റ്റ്യൻ ലിലി. Okay. Lily disposed of various assets during the tax year 22-23, resulting in a chargeable gain, and disposed include a copyright that sold on 30th June 22. Copyright ആണ് 30th June 22 സെയിൽ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. Then a copyright had been purchased on 1st July 2019 for 22,000 when it had an unexpired life of 15 years. 15 years ലൈഫ് ഉള്ള ഒരു കോപ്പിറൈറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് 22,000. അപ്പം ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്ന 30th June 22 30th June 22 എങ്ങനെയായിരിക്കും ഇതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം? നമുക്കറിയാം പർച്ചേസിംഗ് ഡേറ്റ് ടു സെയിൽ ഡേറ്റ് എത്ര ഇയർ ആയി നോക്കിയേ.
19 to 20, 21, 22. 3 years ആയി. സോ റിമൈനിങ് ഇയർ എന്ന് പറയുന്നത് 12 years ആണ് റിമൈനിങ് ഇയർ എന്ന് പറയും. നമുക്കറിയാം കോപ്പിറൈറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഇൻറ്റു ദാറ്റ് മീൻസ് 22,000 ഇൻറ്റു റിമൈനിങ് ലൈഫ് ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 15. എത്രയായിരിക്കും നോക്കിയ കോസ്റ്റ്? ഓക്കെ, 17,600. 17,600. Then Then 4 hectares of land sold on 12th August 22. Lily had originally purchased 6 hectares of land on 30th May 2008 for 84,000. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു 6 hectare ലാൻഡ് ഉണ്ട്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 84 ആണ്. 4 hectare ലാൻഡ് ഇപ്പോൾ സെയിൽ ചെയ്യുവാണ് 1,40,000 and the market value of unsold land was 60,000. Then Lily spent 14,400 clearing and leveling the 4 hectares of land that were sold. അപ്പം ആ ഒരു 4 hectare ലാൻഡ് സെയിൽ ചെയ്തിരിക്കുന്നതിന്റെ വാല്യൂ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ടോട്ടലിന്റെ ആണ് ഇവിടെ പറഞ്ഞത്. ലെവലിംഗ് ഓഫ് 4 hectare ലാൻഡ് ഇപ്പൊ സെയിൽ ചെയ്തിരിക്കുന്ന ലാൻഡിന്റെ ലെവൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം നോർമൽ കേസിൽ സെയിൽസ് പ്രൊസീഡ്സ് 1,40,000 ആണ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് 84,000 ഇൻറ്റു proceed value A 1,40,000 divided by 1,40,000 plus remaining land in the market value that is 60,000. എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. അതുപോലെ തന്നെ നമുക്കറിയാം ലെവലിംഗ് കോസ്റ്റ് ആയ 14,400 ഡിഡക്ട് ചെയ്യും. ഇത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച എത്രയായിരിക്കും? 84,000. ഓക്കെ, 58,800. ഓക്കെ, സോ 58,800 കോസ്റ്റ്. അതുപോലെ തന്നെ ലെവലിംഗ് കോസ്റ്റും കോസ്റ്റ് ആയിട്ട് വരും. ബാലൻസ് എമൗണ്ട് ഈസ് ചാർജബിൾ ഗെയിൻ. Then the house had been purchased on 1st January 2009 and throughout 168 month of ownership had been occupied by Lily as follows. നമുക്കറിയാം ഒക്യുപ്പൈഡ് ഇവിടെ 32 month ആണ്. അൺഒക്യുപ്പൈഡ് ട്രാവലിംഗ് ഓവർസീസ് ആണ്. നമുക്കറിയാം അത് ഫോർ എനി റീസൺ വെച്ച് നമുക്ക് നോർമൽ കേസിൽ എക്സം ചെയ്യാം 36 month. റിക്വയർഡ് ടു വർക്ക് എൽസ്വെയർ ഇൻ ദ UK. UK-യിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം 48 month ആണ് എക്സം ചെയ്യാണ്. ബാലൻസ് ഈസ് ചാർജബിൾ. ദെൻ ഒക്യുപ്പൈഡ് നമുക്കറിയാം ആക്ച്വൽ ഒക്യുപ്പേഷൻ ആണ്, എക്സംഡ് ആണ്. ദെൻ അൺഒക്യുപ്പൈഡ് ട്രാവലിംഗ് ഓവർസീസ്. ഇപ്പം ട്രാവലിംഗ് ഓവർസീസ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇതിന് ശേഷം ഒരു ആക്ച്വൽ ഒക്യുപ്പേഷൻ ഇല്ല. സോ അതുകൊണ്ട് ഇതിലെ ലാസ്റ്റ് 9 month എക്സം ചെയ്യാം. അപ്പൊ നമുക്കിവിടെ എക്സം ചെയ്യാവുന്ന മന്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ഒക്യുപ്പേഷൻ ആയ 32, ട്രാവലിംഗ് ഓവർസീസ് 36 month. ദെൻ ഇത്രയും മന്ത് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ എത്രയായിരിക്കും ആക്ച്വൽ ഒക്യുപ്പേഷൻ? ഓക്കെ, 145. ഓക്കെ, then throughout the period from January 2009 to December 22, Lily did not have any other main വേറെ മെയിൻ റെസിഡൻസ് ഒന്നും ഇല്ല. അത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി നമുക്ക് 9 month യൂസ് ചെയ്യാനായിട്ട് പറ്റും. Then cash received following the takeover of MPLC by SPLC on 22nd February 23. Lily had originally purchased 1 ordinary shares in MPLC on 18th July 2011 for 27,800. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഒരു 27,800 ഷെയർ പർച്ചേസ് ചെയ്തു. 2011 പർച്ചേസ് ചെയ്തത്. Then under the terms of the takeover, Lily received a total cash of 19,800 and 22,000 ordinary shares in SPLC. Immediately after the takeover, SPLC's ordinary shares were quoted 2.2. നമുക്കറിയാം ഇവിടെ ടേക്ക് ഓവർ നടന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് 19,800 ക്യാഷ്, ദെൻ അതുപോലെ തന്നെ 22,000 ഷെയർ, അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 2.2. സോ therefore 22,000 into 2.2, so 48,400. അതാണ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 27,280 ആണ്. അപ്പം ക്യാഷ് 19,800 ദെൻ ഷെയറും ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ക്യാഷ് മറ്റേ ടോട്ടൽ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം.
അലൊക്കേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്താണ്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ 19,800 പ്ലസ് 48,400. So that means total market value 68,200. ഇപ്പൊ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ ഇനി കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാൻ പോവാ. എങ്ങനെയായിരിക്കും കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാം? 27,280 ആണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ 68,200 ഇൻറ്റു ക്യാഷ് 19,800. So that means 7,920. Then ഇനി ടോട്ടൽ 27,280 divided by total market value 68,200 into 48,400. So that means 19,360. നമുക്ക് ഇനി റിക്വയർമെന്റിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. നമ്മൾ ജസ്റ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. Then Lily's sister has a chargeable gain of for 22-23 for 44,200 which qualify for BADR relief, and 1,07,400 chargeable gain relating to the disposal of a residential property which is not her main residence. Residential property ആണ് 18 or 28% apply ചെയ്യുന്നു. Then Lily's sister does not have any taxable income for the tax year 22-23. സിസ്റ്ററിന് ഇവിടെ ടാക്സിബിൾ ഇൻകം ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ക്വാളിഫൈ ഫോർ BADRന്റെ ലിമിറ്റ് 44,200 ഉണ്ടെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. Then what cost figure will have been used in calculating the chargeable gain on the disposal of copyright? കോപ്പിറൈറ്റിന് വന്നിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എത്രയാണ് കോസ്റ്റ്? കോപ്പിറൈറ്റിന്റെ കോസ്റ്റ് 17 അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 17,600. യെസ്, ഓക്കെ, 17,600. Then, what are the total deduction which will have been allowed in calculating the chargeable gain on the disposal of Lily's 4-hectare land? 4-hectare ലാൻഡിന്റെ ടോട്ടൽ ഡിഡക്ഷൻ എത്രയാണ്? നോക്കിയേ, ഇത് രണ്ടും കൂടെ സം ചെയ്തേ. 58,800 പ്ലസ് 14,400 സം ചെയ്തേ. അതാണ് ടോട്ടൽ അലൗബിൾ ഡിഡക്ഷൻ. 58,800 പ്ലസ് 14,400. So that means 73,200. Okay. Then what is the total period of occupation, both actual and deemed occupation for the purpose of PPR relief? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു ആക്ച്വൽ occupation or deemed occupation, that is 145 months. Then what is Lily's chargeable gain in respect of cash received following the takeover of MPLC? Chargeable gain ആണ് in respect of cash received. നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരുന്നു. 19,800 market value, cost 7,920. So 19,800 minus 7,920. So that means 11,880 chargeable gain. Then what is Lily's sister's capital gain tax liability എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ലില്ലിയുടെ സിസ്റ്ററിന് 2 ഗെയിൻ ഉണ്ട്. ഒന്ന് BADR ക്വാളിഫയിങ് ആയിട്ടുള്ള ഗെയിന്. സോ ദാറ്റ് ഈസ് 44,200. 2 ഗെയിൻ ആണ് ഉള്ളത്. ഒന്ന് 44,200 then another case എന്ന് പറയുന്നത് 1,07,400. 1,07,400 ചാർജബിൾ ഗെയിൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം AEA 12,300 ഡിഡക്ട് ചെയ്യണം. നമ്മൾ നോൺ ക്വാളിഫയിങ്ങിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. 107,400 മൈനസ് 12,300. സോ ദാറ്റ് മീൻസ് 9,500. ദെൻ BADR ക്വാളിഫയിങ്ങിന് BADR ക്വാളിഫയിങ്ങിന് നേരെ നമ്മൾ 10% കൊടുത്താൽ മതി. ഇതിന് 10%. So that is 44,200 into 10%, 4,420. നമ്മൾ ഓൾറെഡി മോർ ദാൻ 37,700 ആണ് ഇത്. അതുകൊണ്ട് ഇതിന് ഡയറക്ട്ലി ഏത് റേറ്റ് അപ്ലൈ ചെയ്താൽ മതി? 28%. So 9,500 into 28%. That means 26,628. That means 31,048.
ക്ലിയർ ആണല്ലോ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പം ഇന്നത്തെ CGT റിവിഷൻ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന വാറ്റിന്റെ റിവിഷന്റെ കേസാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ CGT-യില്?